ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട് ചർച്ച ചെയ്യുന്നത് ബജറ്ററി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്തെ രണ്ടാമത്തെ ഒരു പാർട്ടാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ ബജറ്റ് എന്താണ്, അതുപോലെ തന്നെ ബജറ്ററി കൺട്രോൾ എന്താണ്, then അതിൻ്റെ ഫീച്ചേഴ്സുകൾ, അഡ്വാൻറ്റേജസുകൾ, സ്റ്റെപ്സുകൾ, ഒപ്പം തന്നെ ക്ലാസിഫിക്കേഷൻസുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്തിരുന്നു. ദെൻ ബജറ്റിൻ്റെ വ്യത്യസ്ത ക്ലാസിഫിക്കേഷൻസുകൾ നമ്മൾ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നേരത്തെ പാർട്ട് 1-ൽ പറഞ്ഞിരുന്നു. ദെൻ ഫിനാൻഷ്യൽ ബജറ്റുകളും ഫങ്ഷണൽ ബജറ്റുകളും ഉൾപ്പെടെയുള്ള ബജറ്റുകളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അവിടെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഒന്നാമത്തെ ഭാഗം കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നാമത്തെ ഭാഗം കണ്ടതിന് ശേഷം മാത്രമാണ് രണ്ടാമത്തെ ഭാഗം നിങ്ങൾ കാണേണ്ടത്. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ നമ്മൾ പറയുന്നത് ഈ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള വ്യത്യസ്ത ബജറ്റുകൾ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ പാർട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ കാണണം. ദെൻ +1 മുതൽ PG വരെയുള്ള വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത പാഠഭാഗങ്ങൾ വളരെ ലളിതമായിട്ട് ചർച്ച ചെയ്യുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും അതുപോലെ തന്നെ ബജറ്ററി കൺട്രോളും ഈ ഒരു ചാപ്റ്ററിൽ 2 ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫങ്ഷണൽ ബജറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു വ്യത്യസ്ത ക്ലാസിഫിക്കേഷനുകൾ ബജറ്റ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വ്യത്യസ്ത ബജറ്റുകളാണ് ചർച്ച ചെയ്യുന്നത്. ദെൻ ഫങ്ഷണൽ ബജറ്റുകളിൽ പെട്ടിട്ടുള്ള ഒരുപാട് ഫങ്ഷണൽ ബജറ്റുകൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ സെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ പർച്ചേസ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്, അങ്ങനെ വ്യത്യസ്ത ബജറ്റുകളുണ്ട്. ദെൻ ആ ഫങ്ഷണൽ ബജറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പ്രൊഡക്ഷൻ ബജറ്റുകൾ, ദെൻ ഒപ്പം തന്നെ മെറ്റീരിയൽ ബജറ്റുകൾ, അതുപോലെ തന്നെ പർച്ചേസ് ബജറ്റ്, ഈ 3 പ്രധാന ബജറ്റുകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ദെൻ അതോടൊപ്പം തന്നെ ഫങ്ഷണൽ ബജറ്റ് തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ബജറ്റുകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാർട്ട് 1-ൽ ക്യാപിറ്റൽ ബജറ്റുകളും ക്യാഷ് ബജറ്റുകളും മറ്റു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബജറ്റുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അഥവാ ഫിനാൻഷ്യൽ ബജറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാഷ് ബജറ്റാണ് നമ്മൾ ഇന്നും ചർച്ചക്കെടുക്കുന്ന മറ്റൊരു വിഷയം. ഇതിനൊപ്പം തന്നെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ബജറ്റിങ്ങിൽ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞു ചാപ്റ്റർ 2-ാമത്തെ ഭാഗം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണെന്നുള്ള മീനിങ്ങുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ ഫീച്ചേഴ്സുകളും അഡ്വാൻറ്റേജസുകളും അതോടൊപ്പം തന്നെ ബജറ്ററി കൺട്രോളും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് കൂടി നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇന്നത്തെ കാര്യങ്ങൾ നമുക്ക് നോട്ട്സോട് കൂടി കാണാവുന്നതാണ്. ബജറ്ററി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ 2-ാമത്തെ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടിങ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ദെൻ ഇതിൽ നമ്മൾ ആദ്യം ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫ്ലെക്സിബിൾ ബജറ്റാണ്. നേരത്തെ നമ്മൾ ഫിക്സഡ് ബജറ്റും ഫ്ലെക്സിബിൾ ബജറ്റും പറഞ്ഞിരുന്നു നേരത്തെ. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം പാർട്ടാണ് വരുന്നത്. ദെൻ ഒരു ഫ്ലെക്സിബിൾ ബജറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലും നമുക്കതിൻ്റെ പ്ലാനിങ്ങുകൾ മാറ്റാൻ സാധിക്കുന്ന ബജറ്റുകളാണ് ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറയുന്നത്. ദെൻ ഏതൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സുകളെന്ന് നോക്കാം. സ്റ്റെപ്സ് ഇൻ പ്രിപ്പയറിംഗ് ഫ്ലെക്സിബിൾ ബജറ്റ്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ റെലവൻറ്റ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റി. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ ദ റെലവൻറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഏത് ലെവലിലാണ് നമ്മുടെ ആക്ടിവിറ്റി ഉള്ളത് നോക്കുക. ദെൻ എന്ന് വെച്ചാൽ 50%-ലാണോ, 60%-ലാണോ, 70%-ലാണോ, 80%-ലാണോ, അങ്ങനെ ഏത് ലെവലിലാണ് നമ്മൾ ഈ ബജറ്റ് തയ്യാറാക്കുന്നത്, ഏത് ലെവലിലേക്കാണ് ഈ ബജറ്റ് നമ്മൾ തയ്യാറാക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തേത് പറഞ്ഞത്. അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ മുൻകൂട്ടി ഒരു ബജറ്റ് ഉണ്ടാക്കുമ്പം ദെൻ ഇത് ഒരു ഫ്ലെക്സിബിൾ ബജറ്റാണല്ലോ, അപ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്ക് മാറ്റം വരുത്താം എന്നതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മാറ്റം വരുത്തുകയാണെങ്കിൽ അത് ഏത് ലെവലിലാണ് മാറ്റം വരുത്തേണ്ടത്, ഏത് ലെവലിലേക്കാണ് നമ്മൾ തയ്യാറാക്കേണ്ടതെന്നുള്ള മുൻകൂട്ടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തേത് ക്ലാസിഫൈ കോസ്റ്റ് അക്കോർഡിംഗ് ടു വേരിയബിലിറ്റി. വേരിയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ദെൻ അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ദെൻ വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ
പ്രൊഡക്ഷൻ്റെ ഓരോ ലെവലിലും അതിൽ മാറ്റം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്, ഇത് വേരിയബിൾ കോസ്റ്റാണ്. ദെൻ അത് ഓരോ ഘട്ടത്തിലും പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് അതിന് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കും. ദെൻ എന്നാൽ ഫിക്സഡ് ഓവർഹെഡ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റുകൾ അത് പ്രൊഡക്ഷൻ്റെ ഏത് ലെവലാണെങ്കിലും റിമെയിൻ ഫിക്സഡ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ സെമി വേരിയബിൾ അല്ലെങ്കിൽ സെമി ഫിക്സഡ് കോസ്റ്റുകളാണെങ്കിൽ അത് സെർട്ടൻ ലെവൽ വരെ ഫിക്സഡും അത് കഴിഞ്ഞാൽ മാറ്റം വരുന്നതും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റുകളെ വ്യത്യസ്ത കാറ്റഗറി ആക്കിയിട്ട് വേരിയബിൾ, ഫിക്സഡ്, സെമി വേരിയബിൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ തരംതിരിക്കണം. അത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വ്യത്യസ്ത ലെവലുകളിൽ ഇതിന് മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. ഫിക്സഡ് ആണെങ്കിൽ മാറ്റം സംഭവിക്കില്ല, ബാക്കിയുള്ളതിനൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഡിറ്റർമിൻ വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യുക. നാലാമത്തേത് ഡിറ്റർമിൻ ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് കൃത്യമായിട്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. ദെൻ അഞ്ചാമത്തെ ഡിറ്റർമിൻ സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ആറാമത്തെ പ്രിപ്പയർ ദ ബജറ്റ് ഫോർ ദ സെലക്റ്റഡ് ലെവൽ ഓഫ് ആക്ടിവിറ്റി. നമുക്ക് ഏതൊക്കെ ലെവലാണ് ഇതിൻ്റെ ബജറ്റ് തയ്യാറാക്കേണ്ടത്, ആ ലെവലിലുള്ള ആക്ടിവിറ്റികൾ നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ദെൻ അവിടെ സിംപ്ലി മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത്, നമുക്ക് ഏതെങ്കിലും ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റി തരും, അഥവാ 50% ആണെങ്കിൽ 50% ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ തയ്യാറാക്കാനുള്ള ഒരു ഡീറ്റെയിൽസുകളാണ് നമുക്ക് തരിക. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് 80%ലേക്കും 90%ലേക്കും ഈ ആക്ടിവിറ്റി കടക്കുമ്പോൾ, ഈ പ്രൊഡക്ഷൻ കടക്കുമ്പോൾ ദെൻ ഇതിൻ്റെ ബജറ്റ് എത്രയായിരിക്കും എന്നുള്ളതായിരുന്നു നമ്മൾ പ്രധാനപ്പെട്ട് തയ്യാറാക്കാനുള്ള ഒരു ടാസ്ക് നമുക്ക് മുമ്പിൽ തരിക. ദെൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. പ്രിപ്പയർ എ ഫ്ലെക്സിബിൾ ബജറ്റ്സ് അറ്റ് 80% ആൻഡ് 100% ആക്ടിവിറ്റി ഓൺ ദ ബേസിസ് ഓഫ് ദി ഫോളോയിങ് ഇൻഫോർമേഷൻ. താഴെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ പ്രകാരം 80%ഉം അതുപോലെ തന്നെ 100% ലെവലും, രണ്ട് ലെവലാണ് ഇവിടെ കാണാൻ പറഞ്ഞത്. 80% ഉണ്ട്, 100 ലെവലും ഉണ്ട്. ഈ രണ്ട് ലെവലിലുള്ള ആക്ടിവിറ്റിയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്, ബജറ്റാണ് തയ്യാറാക്കാൻ പറഞ്ഞത്. ദെൻ ഡീറ്റെയിൽസുകൾ നോക്കാം. പ്രൊഡക്ഷൻ അറ്റ് 50% കപ്പാസിറ്റി. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 50% കപ്പാസിറ്റിയിലുള്ള ഒരു ഡീറ്റെയിൽസാണ് തന്നിട്ടുള്ളത്. ദെൻ 50% കപ്പാസിറ്റി എത്തുമ്പം ദെൻ 5000 യൂണിറ്റാണ് പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത്. ദെൻ റോ മെറ്റീരിയൽസ് ₹80 പെർ യൂണിറ്റ് ആണ്. ഡയറക്റ്റ് ലേബർ ₹50 പെർ യൂണിറ്റ് ആണ്. എക്സ്പെൻസസുകൾ 15 പെർ യൂണിറ്റ് ആണ്. ദെൻ ഫാക്ടറി എക്സ്പെൻസസ് ദെൻ 5000 ആണ് അതിൻ്റെ മാക്സിമം എമൗണ്ട്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 50% വേരിയബിൾ ആണ്, അഥവാ 50,000-ൽ 50% വേരിയബിൾ ആണ്. അതിനർത്ഥം ബാക്കിയുള്ള 50% ഫിക്സഡ് ആയിരിക്കും, മാറ്റങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ എക്സ്ട്രാ വരുന്ന 50%-നാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഫാക്ടറി എക്സ്പെൻസ് 50,000 ആണെങ്കിൽ അവിടെ 25,000 ഫിക്സഡും 25,000 വേരിയബിൾ സംഭവിക്കുന്നതും ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും അതുപോലെ തന്നെ 60,000 ആണ്. ദെൻ അതിൽ ആ 60,000-ൽ 60% വേരിയബിൾ ആണ്, ബാക്കി 40% റിമെയിൻ ഫിക്സഡ് ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ അതിൻ്റെ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് തന്നിട്ടുള്ളത് 50% കപ്പാസിറ്റിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 50%-ന് ഒരു എമൗണ്ട് കോളവും 80%-ന് ഒരു എമൗണ്ട് കോളവും 100%-ന് ഒരു എമൗണ്ട് കോളവും അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. ദെൻ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കണം, എന്നിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ വരേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് തന്നത് 50% കപ്പാസിറ്റിയിൽ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുക, 50% കപ്പാസിറ്റിയിൽ 5000 ആണെങ്കിൽ 100% കപ്പാസിറ്റിയിൽ 10,000 ആയിരിക്കും. അതായത് 50% കപ്പാസിറ്റിയിൽ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 100% കപ്പാസിറ്റിയിൽ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇരട്ടിയായിരിക്കും. ദെൻ 50 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 80% കപ്പാസിറ്റിയിലോ ദെൻ 8,000 ആയിരിക്കും. 50%-ൽ 5000, 80%-ൽ 8,000, ദെൻ 100%-ൽ 10,000 യൂണിറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നീക്കേണ്ടത് എന്നുള്ളതാണ്. ദെൻ നമ്മൾ നോക്കാം, ഒന്നാമത്തെ ഐറ്റം റോ മെറ്റീരിയൽസ് ₹80 പെർ യൂണിറ്റ്. 80 റോ മെറ്റീരിയൽസ് എന്ന് നമ്മൾ പറഞ്ഞത്. ദെൻ 50% കപ്പാസിറ്റിയിൽ 4 ലക്ഷം ആണ്, ₹4 lakh ആണ് അവിടെ നമുക്ക് എമൗണ്ട് ആയിട്ട് ലഭിക്കുക. ദെൻ എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസിന് ₹80 പെർ യൂണിറ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. ദെൻ 5000-ൽ നമ്മൾ 5000 × 80 വരുമ്പോൾ 4 ലക്ഷമാണ് വരിക. ദെൻ അതേപോലെ തന്നെ ഇത് 50%-ൽ 4 ലക്ഷം ആണെങ്കിൽ ദെൻ 80%-ൽ എത്രയായിരിക്കും എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക. ദെൻ അത് 80,000 യൂണിറ്റ് ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ 80,000 യൂണിറ്റ് ഇൻറ്റു വീണ്ടും 80 നമ്മൾ ചെയ്യാം. ദെൻ 8 6 6,40,000 രൂപ അവിടെ ലഭിക്കും. ദെൻ
അതുപോലെ തന്നെ 100% കപ്പാസിറ്റി 10,000 യൂണിറ്റ് ആണെന്ന് നമുക്കറിയാം. ദെൻ അതുകൊണ്ട് 80 രൂപ 10,000 ഇൻറ്റു 80 8 ലക്ഷം രൂപ നമുക്ക് ലഭിക്കും. ദെൻ ഇങ്ങനെയാണ് നമ്മൾ റോ മെറ്റീരിയൽസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ലേബർ 50 പെർ യൂണിറ്റാണ് നമ്മൾ പറഞ്ഞു. ദെൻ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഒരു യൂണിറ്റിന് 50 വെച്ച് നോക്കുമ്പം നമ്മൾ 2,50,000 ലഭിക്കും. ദെൻ 80%ലേക്ക് വരുമ്പം അത് 4 ലക്ഷം ആവും. 100%ലേക്ക് വരുമ്പം അത് 5 ലക്ഷം ആവും. സിമ്പിൾ ഇത്രയേ ഉള്ളൂ അതിൽ. ദെൻ 5000 ഇൻറ്റു 50 ആണെങ്കിൽ അവിടെ പിന്നെ 80% 8,000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 8,000 ഇൻറ്റു 50 വരും. ദെൻ 100%ലേക്ക് വരുമ്പോൾ 10,000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 10,000 ഇൻറ്റു 50 വരും. ഇങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദെൻ ഇനി ഫാക്ടറി എക്സ്പെൻസിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ 50% ഫിക്സഡ് ആണെന്നും 50% വേരിയബിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. 50% വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിനർത്ഥം ബാക്കിയുള്ളത് ഫിക്സഡ് ആയിരിക്കും. ദെൻ അവിടെയാണെങ്കിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ദെൻ അവിടെ ഫിക്സഡ് വേരിയബിൾ രണ്ടും തരംതിരിച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യൽ കമ്പൽസറിയാണ്. ദെൻ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. 50% കപ്പാസിറ്റിയിൽ 5000 പ്രോഡക്റ്റിൽ ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 50,000. അതിൽ മാറ്റമില്ല. അതായത് ഫാക്ടറി എക്സ്പെൻസസ് 50,000 ആണെന്നുള്ളത് ഡയറക്റ്റ് തന്നിട്ടുണ്ട് നമുക്ക്. ദെൻ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. പക്ഷേ 80% കപ്പാസിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 25,000-ന് യാതൊരു വിധ മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 25,000 പ്ലസ് അതിൻ്റെ കൂടെ അടുത്ത ഒരു മാറ്റം സംഭവിച്ച 25,000 ഉണ്ട്. ആ 25,000 നേരത്തെ 50% കപ്പാസിറ്റിയിലും 25,000 ഉണ്ടായിരുന്നത്. 50% കപ്പാസിറ്റിയിൽ 25,000 ഫിക്സഡ് 25,000 വേരിയബിളാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ 80% കപ്പാസിറ്റിയിലേക്ക് വരുമ്പോൾ ദെൻ ആ 25,000-ൻ്റെ കൂടെ 80% കപ്പാസിറ്റിയിലേക്കുള്ള എമൗണ്ട് കൂടി അവിടെ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 81,600 കിട്ടും. ഇതേപോലെ തന്നെ 100% കപ്പാസിറ്റിയിലേക്ക് വരുമ്പോഴും അവിടെ നേരത്തെ ഉണ്ടായിരുന്ന 25,000-ന് യാതൊരുവിധ മാറ്റമില്ല. ഫിക്സഡിന് വേരിയബിൾ ആയിട്ടുള്ള 25,000-ലാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ദെൻ ആ 25,000 100%ലേക്ക് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മാറ്റം സംഭവിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. ദെൻ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഫാക്ടറി ആണെങ്കിൽ നേരത്തെ നമ്മൾ ഫാക്ടറി എക്സ്പെൻസ് ആണെങ്കിൽ അവിടെ ശ്രദ്ധിക്കണം. ഫാക്ടറി എക്സ്പെൻസ് ആണെങ്കിൽ ദെൻ 5000 50% കപ്പാസിറ്റിയിൽ 50,000-ഉം 80% കപ്പാസിറ്റിയിൽ 65,000-ഉം ദെൻ 100% കപ്പാസിറ്റിയിൽ 75,000-ആണ് കിട്ടുക. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 60,000 കിട്ടും. ദെൻ തുടർന്ന് 80%-ൽ 81,600, ദെൻ 100%-ൽ 96,000-ഉം കിട്ടും എന്നുള്ളതാണ്. ദെൻ അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഈ 80%-ലേക്കും അതുപോലെ 100%-ലേക്കും വേരിയബിൾ നോക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അവിടെ ഫിക്സഡ് നമ്മൾ റിമെയിൻ ഫിക്സഡ് ആണെന്ന് പറഞ്ഞു. ദെൻ ബാക്കിയുള്ളത് വേരിയബിൾ ആണെന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ദെൻ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 25,000-ആണ് വേരിയബിൾ കോസ്റ്റ് അല്ലേ? 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 25,000-ആണ് വേരിയബിൾ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റിന് എത്രയാണ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. സിമ്പിളാണ് മെത്തേഡ്. 25,000 ഡിവൈഡഡ് ബൈ 5000 ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരു യൂണിറ്റിന് എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ദെൻ 8,000 യൂണിറ്റിന് എത്രയാണെന്നുള്ളതും 10,000 യൂണിറ്റിന് എത്രയാണെന്നുള്ളതും ആ ഒരു യൂണിറ്റിൻ്റെ കാര്യം ചെയ്ത് നോക്കിയാൽ കിട്ടും. ഇവിടെ 25,000 ഡിവൈഡ് ബൈ 5000 ചെയ്താൽ നമുക്ക് 5 രൂപ പെർ യൂണിറ്റ് കിട്ടും. ദെൻ 80% കപ്പാസിറ്റിയിൽ 8,000 യൂണിറ്റാണ്. 8,000 ഇൻറ്റു 5 100% കപ്പാസിറ്റിയിൽ 10,000 യൂണിറ്റാണ്. ദെൻ 10,000 ഇൻറ്റു 5 അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. ഫിക്സഡ് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നേരത്തെ പറഞ്ഞ 65,000-ഉം 75,000-ഉം ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുക. ദെൻ നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും അതുപോലെ തന്നെയാണ് കാണേണ്ടത്. അതിൽ മാറ്റമൊന്നുമില്ല. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് ഫങ്ഷണൽ ബഡ്ജറ്റാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഫങ്ഷണൽ ബഡ്ജറ്റുകൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഒരുപാട് ഫങ്ഷണൽ ബഡ്ജറ്റുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റുകളും നമുക്കിവിടെ ആവശ്യമില്ല, നമ്മളിവിടെ എടുക്കുന്നില്ല. ദെൻ പ്രധാനപ്പെട്ട ബഡ്ജറ്റുകൾ മാത്രമാണ് നമുക്കിവിടെ വരുന്നത്, ബാക്കിയുള്ളതൊന്നും കൃത്യമായിട്ട് വരുന്നില്ല. ദെൻ ഒന്നാമത്തേത് പ്രൊഡക്ഷൻ ബഡ്ജറ്റാണ് ഒന്നാമത്തേത്. ദെൻ സെയിൽസ് ബഡ്ജറ്റുകളുണ്ട്, അതുപോലെ പ്രൊഡക്ഷൻ ബഡ്ജറ്റുകളുണ്ട്, പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റുകളുണ്ട്, ദെൻ മെറ്റീരിയൽ ബഡ്ജറ്റുകളുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പർച്ചേസ് ബഡ്ജറ്റുകളുണ്ട്, ഇങ്ങനെ ലേബർ ബഡ്ജറ്റുകളുണ്ട്, ദെൻ പ്രൊഡക്ഷൻ ഓവർഹെഡ് ബഡ്ജറ്റുകളുണ്ട്. ഇങ്ങനെ ബഡ്ജറ്റുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ എല്ലാ ബഡ്ജറ്റുകളൊന്നും ആവശ്യമില്ല, വരുന്നില്ല. ദെൻ നമ്മൾ പറയാൻ പോകുന്നത് പ്രൊഡക്ഷൻ ബഡ്ജറ്റാണ് ഒന്നാമത്തേത്. ദെൻ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഈസ് യൂഷ്വലി ബേസ്ഡ് ഓൺ ദ സെയിൽസ് ബഡ്ജറ്റ്.
സെയിൽസ് ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് തയ്യാറാക്കുക. പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രയാണോ സെയിൽസ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് സെയിൽസ് ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ എത്രയാണ് സെയിൽസ് നടത്താൻ പോകുന്നതെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ദെൻ ആൻഡ് ദ ഡിസൈഡ് ലെവൽ ഓഫ് ഇൻവെൻറ്ററി, അഥവാ ഒരു സെർട്ടൻ ലെവൽ ഓഫ് ഇൻവെൻറ്ററി കൂടി നമ്മൾ മുൻകൂട്ടി കാണും. സെയിൽസ് നടക്കണം, പ്ലസ് അതിൻ്റെ കൂടെ സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഇൻവെൻറ്ററി സ്റ്റോക്ക് നമ്മൾ വെക്കണം. അതനുസരിച്ചാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. ദെൻ ഇറ്റ് ഈസ് ദ ഫോർകാസ്റ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഫോർ ദ ബഡ്ജറ്റ് പീരീഡ്. ബഡ്ജറ്റ് പീരീഡിലേക്ക് ആവശ്യമായിട്ടുള്ള ദെൻ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ് ഉണ്ടാവേണ്ടത് എന്ന് കൃത്യമായിട്ട് ഫോർകാസ്റ്റ് ചെയ്യുക, മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലാണ് സാധാരണഗതിയിൽ അത് പറയുക. എത്ര എണ്ണമാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് അവിടെ പറയും എന്നുള്ളതാണ്, അവിടെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അതിൻ്റെ ഒരു ഫോർമുല നോക്കുക, അഥവാ എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. യൂണിറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ്, എത്ര യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണല്ലോ നമ്മളിതിലൂടെ നോക്കുന്നത്. ദെൻ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിതിലൂടെ നോക്കുന്നത്. ദെൻ ആ യൂണിറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ്, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് കണ്ടെത്താൻ വേണ്ടി ബഡ്ജറ്റഡ് സെയിൽസ്, അഥവാ നമ്മൾ എസ്റ്റിമേറ്റഡ് സെയിൽസ് എത്രയാണെന്നുള്ളത് നോക്കുക. ദെൻ പ്ലസ് അതിൻ്റെ കൂടെ എസ്റ്റിമേറ്റഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് നോക്കുക, അത് ആഡ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, എത്രയാണ് എസ്റ്റിമേറ്റഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് വരിക. സിംപ്ലി മനസ്സിലാക്കുക, എസ്റ്റിമേറ്റഡ് സെയിൽസ് പ്ലസ് എസ്റ്റിമേറ്റഡ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് എസ്റ്റിമേറ്റഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. ആ രൂപത്തിൽ സിമ്പിളാക്കിയിട്ട് നമുക്കതിനെ പറയാവുന്നതുമാണ്. നോക്കാം, നമുക്കിവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ നോക്കാം. പ്രിപ്പയർ എ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഓഫ് മദ്രാസ് ലിമിറ്റഡ് ഫോർ 2016-17 ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ. മദ്രാസ് ലിമിറ്റഡ് കമ്പനിയുടെ കുറച്ച് വിവരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് 2016-17 വർഷത്തെ. ദെൻ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ദെൻ ഒന്നാമത്തെ കാറ്റഗറി സെയിൽസ് ആസ് പെർ സെയിൽസ് ബഡ്ജറ്റ്. നേരത്തെ കമ്പനി സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പ്രകാരമുള്ള സെയിൽസിൻ്റെ വിവരങ്ങളാണ് തന്നിട്ടുള്ളത്. ദെൻ രണ്ടാമത്തെ കാറ്റഗറി തന്നിട്ടുള്ളത് എസ്റ്റിമേറ്റഡ് സ്റ്റോക്ക് ഇൻ യൂണിറ്റ്, അഥവാ നോർമലി എസ്റ്റിമേറ്റഡ് പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റോക്ക് എത്രയായിരിക്കും എന്നുള്ളതും അവിടെ പറയുന്നുണ്ട്. ദെൻ പ്രോഡക്റ്റ് ABCD കൊടുക്കുന്നു. ദെൻ ഒന്നാമത്തെ എ പ്രോഡക്റ്റ് സെയിൽസ് 1,80,000 ഉണ്ടാവും എന്നുള്ളത് കണക്കാക്കിയിട്ടുണ്ട്. ദെൻ ഓപ്പണിംഗ് 1/7/16 എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് 15,000. ക്ലോസിങ് 30/6/17 എന്ന് കൊടുത്തിട്ടുണ്ട്, ക്ലോസിംഗ് ആണത്. ദെൻ അത് 19,000 ആണുള്ളത്. ദെൻ പ്രോഡക്റ്റ് B 1,60,000. ദെൻ 24,000, 27,000, അങ്ങനെ വ്യത്യസ്ത കണക്കുകളുണ്ട്, കൃത്യമായിട്ട് നോക്കുക. അതിൻ്റെ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഇക്വേഷനിൽ പറഞ്ഞിരുന്നു, എസ്റ്റിമേറ്റഡ് സെയിൽസിൻ്റെ കൂടെ, അഥവാ നമുക്ക് സെയിൽസ് ബഡ്ജറ്റ് പ്രകാരം തയ്യാറാക്കിയിരിക്കുന്ന ബഡ്ജറ്റഡ് സെയിൽസിൻ്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുകയും ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുകയും ചെയ്യുക. ആകെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. സിമ്പിൾ മെത്തേഡാണ്, ഈസി ആയിട്ട് നമുക്കത് കണ്ടെത്താവുന്നതുമാണ്. ദെൻ എസ്റ്റിമേറ്റഡ് സെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രോഡക്റ്റ് A 1,80,000 ക്വസ്റ്റ്യനിലുണ്ട്, B 1,60,000, C 2,70,500, ദെൻ D 2,10,000. ദെൻ അതിൻ്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് അഥവാ 30/6/17 തന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക. ദെൻ 19,000, 27,000, 28,000, 20,000. ദെൻ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് എമൗണ്ട് കിട്ടും. ദെൻ അതിൽ നിന്നും ഓപ്പണിംഗ് സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ ദെൻ എത്ര എമൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടെ കിട്ടുന്നത്. സിംപ്ലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ ഒരു സാധനമല്ല, ഭാവിയിൽ നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എസ്റ്റിമേറ്റഡ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ എത്രയാണ് സെയിൽസ് ഉണ്ടാവുക എന്നുള്ളത് മുൻകൂട്ടി ധാരണ വെക്കുക. അതാണ് 1,80,000 എന്നിവിടെ കണ്ടത്. ദെൻ അതിൻ്റെ കൂടെ ദെൻ ഒരു എസ്റ്റിമേറ്റഡ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് കണ്ടെത്തുക. ദെൻ 1,80,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽസ് നടത്തുകയാണെങ്കിൽ, സെയിൽസ് നടന്നാലും 19,000 നമുക്ക് എന്ത് വേണം? ദെൻ ക്ലോസിങ് വേണം. അപ്പോൾ അതും കൂടി ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ ആഡ് ചെയ്താലല്ലേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ആ ഒരു എമൗണ്ട് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ദെൻ അതിൽ നിന്നും ഓപ്പണിങ്, നേരത്തെ കഴിഞ്ഞ വർഷം പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച സാധനമുണ്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ഇനി എത്രയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തത് നമുക്ക് പറയാനുള്ളത് മെറ്റീരിയൽ ബഡ്ജറ്റാണ്. മെറ്റീരിയൽ ബഡ്ജറ്റ് അഥവാ റോ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന ബഡ്ജറ്റാണ് മെറ്റീരിയൽ ബഡ്ജറ്റ്. എ മെറ്റീരിയൽ ബഡ്ജറ്റ് ഷോസ് ദ എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റീസ് ആസ് വെൽ ആസ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ റിക്വയർഡ് ഫോർ ദി
പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഡ്യൂറിങ് ദ ബജറ്റഡ് പീരീഡ്. ബജറ്റ് പീരീഡിലേക്ക് ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള റോ മെറ്റീരിയൽസ്, വ്യത്യസ്ത പ്രോഡക്റ്റുകൾക്കുള്ള വ്യത്യസ്ത തരത്തിലുള്ള റോ മെറ്റീരിയൽസുകൾ എത്രയാണ് വേണ്ടത്, ആവശ്യമുള്ളതെന്ന് കൃത്യമായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇവിടെ മെറ്റീരിയൽ ബജറ്റ് എന്ന് പറയുന്നത്. ദെൻ ദിസ് ബജറ്റ് ഈസ് also helps in determining the requirements of raw materials at a maximum and minimum levels. മാക്സിമം ലെവലും അതുപോലെ തന്നെ മിനിമം ലെവലും റോ മെറ്റീരിയൽസ് എത്രയാണ് ആവശ്യം ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായിട്ട് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സിംപ്ലി പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്ര എണ്ണം പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്രയാണ് റോ മെറ്റീരിയൽസ് വരിക എന്നുള്ളത് മുൻകൂട്ടി നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ മെറ്റീരിയൽ ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നോക്കാം നമുക്ക് മെറ്റീരിയൽ ബജറ്റുമായിട്ടുള്ള ഒരു ചെറിയൊരു എക്സാമ്പിൾ. പ്രിപ്പയർ എ മെറ്റീരിയൽ ബജറ്റ് ഫോർ മദ്രാസ് ലിമിറ്റഡ് കമ്പനി. മദ്രാസ് ലിമിറ്റഡ് കമ്പനിക്ക് വേണ്ടി ഒരു മെറ്റീരിയൽ ബജറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ടേക്കിംഗ് ഇൻഫോർമേഷൻ ഫ്രം എക്സാമ്പിൾ 2. എക്സാമ്പിൾ 2ലെ ഇൻഫോർമേഷൻ എടുക്കാനാണ് പറഞ്ഞത്. ഞാൻ തൊട്ടടുത്ത ഒരു സ്റ്റെപ്പിലുണ്ട്. ദെൻ മെറ്റീരിയൽസ് സ്പെസിഫിക്കേഷൻ ഫോർ 10,000 യൂണിറ്റ്സ് ഓഫ് ഈച്ച് പ്രോഡക്ട്സ് ആർ ആസ് ഫോളോസ്. 10,000 യൂണിറ്റിനുള്ള മെറ്റീരിയൽസ് ആണ് അവിടെ തന്നിട്ടുള്ളത് നമുക്ക്. ദെൻ നോക്കുക, മെറ്റീരിയൽസ് XYZ 3 തരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട് എന്നുള്ളതാണ്. എ പ്രോഡക്റ്റിന് 8,000 kg. ദെൻ മെറ്റീരിയൽ എക്സ് എ പ്രോഡക്റ്റിന് 8,000 kg. ദെൻ അതുപോലെ ബി പ്രോഡക്റ്റിന് 6,000 kg, സി പ്രോഡക്റ്റിന് 20,000 kg, ദെൻ അതുപോലെ ഡി പ്രോഡക്റ്റിന് 9,000 kg. ദെൻ ആ അടിസ്ഥാനത്തിൽ XYZ 3 മെറ്റീരിയൽസിൻ്റെയും പിന്നെ അളവുകൾ കൊടുത്തിട്ടുണ്ട് ABCD എന്ന് പറയുന്ന 4 തരം പ്രോഡക്റ്റുകൾക്ക്. ഓക്കെ, ദെൻ ദ കോസ്റ്റ് പെർ kg ഓഫ് മെറ്റീരിയൽസ് XYZ ആർ ₹2, ദെൻ 2.5 ആൻഡ് 3 റെസ്പെക്റ്റീവ്ലി. അത് തരാനുള്ള കാരണം നമുക്കതിൻ്റെ കോസ്റ്റ് കൂടി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കോസ്റ്റ് കൂടി കണ്ടെത്താം. അഥവാ ടോട്ടൽ എത്രയാണ് മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ഓരോ പെർ യൂണിറ്റ് കോസ്റ്റ് കൊണ്ട്, അഥവാ ഒരു കിലോക്ക് ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് കൂടി ലഭിക്കും. ആ സൗകര്യത്തിന് വേണ്ടിയാണ് അത് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അഥവാ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് അണ്ടർ എക്സാമ്പിൾ 2. എക്സാമ്പിൾ 2 പ്രകാരം എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് അവിടെ പറയുന്നുണ്ട്. മെറ്റീരിയൽ എ 1,84,000 ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ബി 1,63,000, സി 2,72,000, ഡി 2,22,000. ഇത്രയും എണ്ണം പ്രോഡക്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി അഡീഷണൽ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ദെൻ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം. പ്രോഡക്റ്റുകൾ ABCD 4 പ്രോഡക്റ്റുകളാണെന്നുള്ളതും എടുക്കുക. യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് നമ്മൾ എക്സാമ്പിൾ 2 പ്രകാരം എടുത്തു കഴിഞ്ഞു. 1,84,000, ദെൻ 1,63,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞു. ദെൻ നോക്കാം, നിങ്ങൾ മെറ്റീരിയൽ XYZ 3 മെറ്റീരിയൽ ഉണ്ട്. എ പ്രോഡക്റ്റിന് എത്രയാണ് റോ മെറ്റീരിയൽസ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. ദെൻ എ പ്രോഡക്റ്റിന് 1,47,200 ആണ് ടോട്ടൽ റോ മെറ്റീരിയൽ വരുന്നത്. ദെൻ എ പ്രോഡക്റ്റിന് ബിക്കാണെങ്കിൽ 1,84,000, ദെൻ സിക്കാണെങ്കിൽ 2,76,000. ഇങ്ങനെയാണ് മെറ്റീരിയൽ XYZ എന്ന് പറയുന്ന കണക്കിൽ വരുന്നത്. ദെൻ എ പ്രോഡക്റ്റ് മൊത്തം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് 1,84,000 ആണെന്നുള്ളതും പ്രത്യേകം അവിടെ പറഞ്ഞതായിട്ട് ക്വസ്റ്റ്യൻ പാർട്ടിൽ സെക്കൻഡ് പാർട്ടിൽ ശ്രദ്ധിക്കുക. ദെൻ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, 1,84,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, എ പ്രോഡക്റ്റ് 1,84,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് മെറ്റീരിയൽ 1,47,200 ആണെന്നുള്ളത് അവിടെ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ, നേരത്തെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എ കമ്മോഡിക്ക് വേണ്ടി വന്നിട്ടുള്ള എക്സ് മെറ്റീരിയൽ 8,000 ആണ്. 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എക്സ് എന്ന് പറയുന്ന മെറ്റീരിയൽ 8,000 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ പെർ യൂണിറ്റ് എത്ര വരിക? 8,000 ഡിവൈഡ് ബൈ 10,000 നമുക്ക് ചെയ്ത് നോക്കിയാൽ അവിടെ പെർ യൂണിറ്റ് 0.8 കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടെ 1,84,000 എണ്ണം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മെറ്റീരിയൽ കാണാൻ പറ്റും. 1,84,000 ഇൻറ്റു 0.8 നമ്മൾ നോക്കിയാൽ 1,47,200 ആയിരിക്കും അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്.
വളരെ സിമ്പിളാണ്. 1,84,000 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് 10,000 യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയാണ് വന്നിട്ടുള്ളത് നോക്കുക. 10,000 യൂണിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 8,000 ആണ് അവിടെ വന്നിട്ടുള്ളത്. ദെൻ 8,000 ആണെങ്കിൽ 8,000 ഡിവൈഡ് ബൈ 10,000 യൂണിറ്റിലേക്കുള്ള മെറ്റീരിയൽ നമ്മൾ നോക്കുക. അപ്പോൾ ഒരു യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി 0.8 മെറ്റീരിയലാണ് നമുക്ക് ആവശ്യമുള്ളത്. ദെൻ അങ്ങനെയാണെങ്കിൽ 1,84,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി 0.8 യൂണിറ്റ് എടുക്കുമ്പം നമുക്ക് 1,47,200 കിട്ടുക. ദെൻ ഇതേ മെത്തേഡ് പ്രകാരമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ദെൻ അങ്ങനെ നമുക്ക് ടോട്ടൽ റിക്വയർഡ് ക്വാണ്ടിറ്റി മെറ്റീരിയൽ എക്സ് 9,88,800, ദെൻ വൈ 6,10,800, ദെൻ സെഡ് 5,13,900. ദെൻ ഇത് നമുക്ക് റിക്വയർഡ് ക്വാണ്ടിറ്റിയാണ്. കറക്റ്റ് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് കിട്ടും. ദെൻ ഇനി ഇതിൻ്റെ കോസ്റ്റ് കാണൽ സിമ്പിളാണ്. നമുക്ക് ക്വസ്റ്റനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എക്സ് വൈ സെഡ് 2, 2.5, 3 റെസ്പെക്റ്റീവ്ലി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം നമ്മളത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് 19,77,600, ദെൻ 15,27,000, അതുപോലെ 15,41,700 ഇങ്ങനെ കിട്ടും എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തെ നമ്മൾ പർച്ചേസ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതാണ്. പർച്ചേസ് ബഡ്ജറ്റുകൾ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ദെൻ ദിസ് ഷോസ് ദി ക്വാണ്ടിറ്റി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ടു ബി പർച്ചേസ്ഡ് ഡ്യൂറിങ് ദ ബഡ്ജറ്റഡ് പീരീഡ്. ദെൻ ബഡ്ജറ്റ് പീരീഡിലേക്ക് ആവശ്യമായിട്ടുള്ള പർച്ചേസുകൾ എത്രയാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ദെൻ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ആൻഡ് ദി ഇൻവെൻ്ററി ലെവൽ ഓഫ് ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ഇൻവെൻ്ററി ലെവൽ കൃത്യമായിട്ട് നമ്മൾ പരിഗണിക്കണം എന്നുള്ളത് കൂടിയാണ്. ദെൻ നോക്കുക, ഇവിടെ സിമ്പിളായിട്ട് നമുക്കൊരു ഫോർമുല ഉപയോഗിച്ചാൽ വളരെ പെട്ടെന്ന് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. ദെൻ ക്വാണ്ടിറ്റി ടു ബി പർച്ചേസ്ഡ്, നേരത്തെ നമ്മൾ ക്വാണ്ടിറ്റി ടു ബി പ്രൊഡ്യൂസ്ഡ് കണ്ടെത്തിയില്ല, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ടു ബി പർച്ചേസ്ഡ്, എത്രയാണ് പർച്ചേസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി എന്ന് കണ്ടെത്താൻ ഈക്വൽ ടു എസ്റ്റിമേറ്റഡ് കൺസംഷൻ, നമുക്ക് എത്രയാണ് ഉപയോഗിക്കേണ്ടത് നോക്കുക, പ്ലസ് എസ്റ്റിമേറ്റഡ് ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ദെൻ മൈനസ് എസ്റ്റിമേറ്റഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് അതിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ എത്രയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് നോക്കുക, അതിൻ്റെ കൂടെ ക്ലോസിംഗ് എത്ര സ്റ്റോക്കായിട്ട് വെക്കണം എന്നുള്ളത് നോക്കുക, അത് ആഡ് ചെയ്യുക. ദെൻ ഒപ്പം തന്നെ ഓപ്പണിംഗ് അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് പുതിയതായിട്ട് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ലഭിക്കും. Then from the following information, for example നോക്കാം നമുക്ക്. Then from the following information related to the stock of material required for the production process of Madras Limited Company. Then prepare purchase budget. ഒരു പർച്ചേസ് ബഡ്ജറ്റ് ഉണ്ടാക്കാൻ നമ്മളോട് പറഞ്ഞത്. താഴെ എസ്റ്റിമേറ്റഡ് കൺസംഷൻ തന്നിട്ടുണ്ട്. എക്സ് 9,88,800, ദെൻ വൈ 6,10,800, സെഡ് 5,13,900. ദെൻ നോക്കുക നിങ്ങൾ. ഒപ്പം തന്നെ അതിൻ്റെ മെറ്റീരിയൽസ് എക്സ് വൈ സെഡ് കൊടുത്തിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത് അതതിൻ്റെ റിക്വയർഡ് ക്വാണ്ടിറ്റിയാണ്. ദെൻ ഇവിടെ പറഞ്ഞത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കുമാണ്. ദെൻ 1,7,16 ഓപ്പണിംഗ് സ്റ്റോക്കും 36,17 ക്ലോസിംഗ് സ്റ്റോക്കാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അതിൻ്റെ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ നമുക്ക് എസ്റ്റിമേറ്റഡ് കൺസംഷൻ അവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എക്സ് വൈ സെഡ് മെറ്റീരിയലിന് കൊടുക്കുക, ദെൻ അതിൻ്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി ആഡ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ അതിന് ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ടു ബി പർച്ചേസ്ഡ് അത്രേ കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ടത് ക്വാണ്ടിറ്റി ടു ബി പർച്ചേസ്ഡ് ആണ്. ദെൻ ഒരു ക്വാണ്ടിറ്റിക്ക് ഇത്രയെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വെച്ച് മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിൻ്റെ കോസ്റ്റ് കൂടി ഡയറക്റ്റ് കാണാം. ഉദാഹരണം 9,91,800 ആണ് മെറ്റീരിയൽ എക്സ്, അത്രയും എണ്ണമാണ് മെറ്റീരിയൽ എക്സ് ആവശ്യമുള്ളത്. ഒന്നിന് 5 രൂപയാണെങ്കിൽ ദെൻ 9,91,800 ഇൻറ്റു 5 ചെയ്താൽ അതിൻ്റെ കോസ്റ്റ് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇനി അടുത്ത നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ ബജറ്റുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ ഒരുപാട് ഫിനാൻഷ്യൽ ബജറ്റുകൾ ഉണ്ട്. ഇതിന് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്യാഷ് ബജറ്റാണ്. അതുപോലെ ക്യാപിറ്റൽ ബജറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. ദെൻ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബജറ്റുകൾ വേറെ ഒന്നാണ്. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളുണ്ട്. ദെൻ ഇവിടെ നമുക്ക് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാഷ് ബജറ്റുകളാണ് എന്നുള്ളതാണ്. ക്യാപിറ്റൽ ബജറ്റുകളൊക്കെ അതിൽ വരുന്നുണ്ട്, എന്നാലും ക്യാഷ് ബജറ്റാണ് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. ഓക്കെ, ദെൻ ക്യാഷ് ബജറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ഓൾ ദി ഫങ്ഷണൽ ബജറ്റ്. എല്ലാ ഫങ്ഷണൽ ബജറ്റിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്യാഷ് ബജറ്റാണ്. ദെൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺലി ആഫ്റ്റർ ഓൾ ദി അതർ ഫങ്ഷണൽ ബജറ്റ്സ് ആർ പ്രിപ്പയർഡ്. എല്ലാ ഫങ്ഷണൽ ബജറ്റുകളും പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ക്യാഷ് ബജറ്റ് തയ്യാറാക്കേണ്ടത്. അറിഞ്ഞിരിക്കുക, സെയിൽസ് ബജറ്റ്, അതുപോലെ തന്നെ പർച്ചേസ് ബജറ്റ്, പ്രൊഡക്ഷൻ
ബഡ്ജറ്റ്, ഇങ്ങനെ തുടങ്ങി പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റുകൾ, ലേബർ ബഡ്ജറ്റ്, ഇങ്ങനെയുള്ള എല്ലാ ബഡ്ജറ്റുകളും തയ്യാറാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്യാഷ് ബഡ്ജറ്റ് തയ്യാറാക്കുക. കാരണം ഇതിനെല്ലാത്തിനും കൂടെ എത്ര ക്യാഷ് വരും എന്നുള്ളതാണ് ആണല്ലോ ഇതിൻ്റെ പരിധിയിൽ വരുന്നത്. ദെൻ അതാണ് അവിടെ പറഞ്ഞതിന് ഉദ്ദേശം. ദെൻ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഓവർ ദ ബഡ്ജറ്റ് പീരീഡ്. ബഡ്ജറ്റ് പീരീഡിൽ നടക്കാൻ സാധ്യതയുള്ള എസ്റ്റിമേറ്റ് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോകളും ഔട്ട്ഫ്ലോകളുമാണ് പ്രധാനപ്പെട്ട ഇതിൽ വരുന്നത്. ദെൻ ഇതിന് വ്യത്യസ്ത മെത്തേഡുകളുണ്ട്, അതൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ദെൻ ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡാണ് ഒന്നാമത്തേത്. ദെൻ ദ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡാണ് രണ്ടാമത്തേത്. ദ ബാലൻസ് ഷീറ്റ് മെത്തേഡാണ് മൂന്നാമത്തേത്. ദെൻ ഇതിലേറ്റവും പ്രധാനപ്പെട്ട റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് all actual possible cash receipts and cash payments for the budgeted period are considered. Then സാധ്യമായിട്ടുള്ള എല്ലാ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റുകളും കൃത്യമായിട്ട് നമ്മൾ പരിഗണിക്കണം. ദിസ് മെത്തേഡ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ്. അഥവാ നേരത്തെ പറഞ്ഞ 3 മെത്തേഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്തുന്ന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡാണെന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ദിസ് മെത്തേഡ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ്. ഈ മെത്തേഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ഒരു എക്സാമ്പിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ദെൻ XYZ ലിമിറ്റഡ് കമ്പനി വിഷസ് ടു പ്രിപ്പയർ ക്യാഷ് ബഡ്ജറ്റ് ഫ്രം ജൂലൈ ടു സെപ്റ്റംബർ. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ക്യാഷ് ബഡ്ജറ്റാണ് തയ്യാറാക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കണം, പലപ്പോഴായിട്ടും ചോദിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും കൂടിയാണിത്. പ്രിപ്പയർ ക്യാഷ് ബഡ്ജറ്റ് ഫോർ ദ എബോവ് പീരീഡ് ഫോർ ദി ഫോളോവിങ് ഫ്രം ദി ഫോളോവിങ് ഇൻഫോർമേഷൻ. തുടർന്ന് പറയുന്ന വിവരങ്ങളുടെ പ്രകാരം നമ്മളത് തയ്യാറാക്കണം. ദെൻ നോക്കുക, ജൂലൈയിൽ സെയിൽസ് 2,40,000, പർച്ചേസ് 1,80,000, വേജസ് 26,000. ദെൻ അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ ജൂണിൽ, രണ്ടാമത്തെ ജൂലൈ, ദെൻ 2,60,000, 1,90,000, ദെൻ 27,500. ദെൻ ഓഗസ്റ്റിൽ 2,00,000, 1,44,000, 22,500. ദെൻ സെപ്റ്റംബർ. ഇങ്ങനെ വ്യത്യസ്ത വിവരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ കൃത്യമായിട്ട് നോക്കുക. ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ദെൻ 50% ഓഫ് ദ സെയിൽസ് ആർ ഫോർ ക്യാഷ്. 50% ക്യാഷിനാണ്. ദെൻ ആൻഡ് 50% ഫോർ ക്രെഡിറ്റ്. ബാക്കി 50% ക്രെഡിറ്റിനാണ്. ശ്രദ്ധിക്കണം, നമ്മൾ ക്യാഷ് ബഡ്ജറ്റാണ് തയ്യാറാക്കുന്നത്. ദെൻ ബാക്കി 50% ക്രെഡിറ്റിനാണ്. ദ ക്രെഡിറ്റ് സെയിൽസ് ആർ റിയലൈസ്ഡ് ഇൻ ദ മന്ത് ഫോളോവിങ് സെയിൽസ്. നേരത്തെ തരാനുണ്ടായിരുന്ന ആ ക്രെഡിറ്റ് സെയിൽസിൻ്റെ ഭാഗമായിട്ടുള്ള ആ എമൗണ്ട് റിയലൈസ് ചെയ്യുന്നത് ഇൻ ദ ഫോളോവിങ് മന്ത് സെയിൽസ്, അഥവാ തുടർന്ന് വരുന്ന സെയിൽസിൻ്റെ ഭാഗമായിട്ട് തുടർന്ന് വരുന്ന മാസങ്ങളിലെ സെയിൽസിൽ അത് റിയലൈസ് ചെയ്യും എന്നുള്ളത് ശ്രദ്ധിക്കുക. 50% ക്യാഷിനാണ്, ബാക്കി 50%ൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. രണ്ടാമത്തേത്, ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ദ മന്ത് ഫോളോവിങ് ദ മന്ത് ഓഫ് പർച്ചേസ്. ക്രെഡിറ്റേഴ്സിൻ്റെ ക്യാഷ് കൊടുക്കുന്നത്, ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള ക്യാഷ് കൊടുക്കുന്നത് ആ ഒരു മാസം വാങ്ങിയ ക്യാഷ് തൊട്ടടുത്ത മാസത്തെ പർച്ചേസിലാണ് കൊടുക്കുന്നത്. ഈ മാസം സെർട്ടൻ എമൗണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഈ മാസം നമ്മൾ 1,80,000 വാങ്ങിയത്. ദെൻ ഈ 1,80,000 ക്യാഷ് കൊടുക്കുന്നത് അടുത്ത മാസമാണ്. ദെൻ അടുത്ത മാസം വാങ്ങിയത് പിറ്റത്തെ മാസമാണ് കൊടുക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മൂന്നാമത്തേത്, പ്ലാൻഡ് കോസ്റ്റിംഗ് ₹20,000 ഈസ് ടു ബി പർച്ചേസ്ഡ് ഇൻ ജൂലൈ. ദെൻ 20,000 രൂപ വിലയുള്ള ഒരു പ്ലാന്റ് ജൂലൈയിൽ വാങ്ങിയിട്ടുണ്ട്. 50% ഓഫ് ദ സെയിം ഈസ് പെയ്ഡ് ഇൻ ദി മന്ത് ആൻഡ് റിമൈനിങ് 50% ഇൻ ദ നെക്സ്റ്റ് മന്ത്. 50% ആ മാസം സെയിം മന്തിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ബാക്കി 50% അടുത്ത മാസമാണ് കൊടുത്തത്. അപ്പോൾ ജൂലൈ ശ്രദ്ധിക്കണം, ജൂലൈയിൽ വാങ്ങിയ ഒരു സാധനം അതിൻ്റെ 50% ജൂലൈയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, സെയിം മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ 50% അടുത്ത മാസമാണെന്നുള്ളതും നന്നായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ക്യാഷ് ബാലൻസ് ഓൺ 1st ജൂലൈ ഈസ് 8,000. ദെൻ ജൂലൈ 1-ാം തീയതിയുള്ള ക്യാഷ് ബാലൻസ് 8,000 ആണെന്നുള്ളതും പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതും ശ്രദ്ധിക്കുക. ദെൻ അതിൻ്റെ സൊല്യൂഷനിലേക്ക് വരുമ്പം നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ഈ പ്രോബ്ലം കൈകാര്യം ചെയ്യാൻ. ദെൻ ക്യാഷ് നമുക്കറിയാം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡ് ആണെന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദെൻ റെസിപ്റ്റ് ആദ്യം എടുക്കണം, കാരണം റെസിപ്റ്റ് കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് പേയ്മെൻറ്റ് ഉണ്ടാവുക. ആദ്യം ക്യാഷ് കിട്ടാനുള്ളതല്ലേ, ആദ്യം ക്യാഷ് ഉണ്ടായിട്ടാണല്ലോ പിന്നെ പേയ്മെൻറ്റ് നടത്തുക. ദെൻ അതുകൊണ്ട് ആദ്യം റെസിപ്റ്റ് കൊടുക്കുക. ദെൻ അവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യനിലെ വിവരങ്ങൾ
ജൂൺ മുതലുള്ളത് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം അത് താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് അതിൻ്റെ കാരണം. ചില മാസങ്ങളിലേത് തൊട്ടടുത്ത മാസങ്ങളോ അതിന് ശേഷമുള്ള മാസങ്ങളിലൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ജൂൺ മുതലുള്ള വിവരങ്ങൾ നമുക്ക് തന്നത്. ദെൻ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത് ജൂലൈയിലാണ്, ക്യാഷ് ബാലൻസ് വരുന്നത് ഫസ്റ്റ് ജൂലൈയിലാണ്. അപ്പോൾ അതുകൊണ്ട് ജൂലൈ മുതലുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജൂലൈയിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ജൂലൈയിൽ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അത് 8000 ആണെന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ജൂലൈയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഓഗസ്റ്റിലേക്ക് പോകാൻ പാടുള്ളൂ. ഓഗസ്റ്റിലേത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് സെപ്റ്റംബറിലേത് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഓപ്പണിങ്ങും ക്യാഷ് സെയിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ജൂലൈയിലേത് മുഴുവനായിട്ടും ചെയ്യാം. ദെൻ ജൂലൈയിലേത് 8000 ആണുള്ളത് ഓപ്പണിംഗ് ബാലൻസ്. ദെൻ ഒപ്പം തന്നെ ക്യാഷ് സെയിൽസ് ഉണ്ട്, ക്യാഷ് സെയിൽസ് സംഭവിച്ചിട്ടുണ്ട്. അത് ക്യാഷ് സെയിൽസ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് 50% ഓഫ് ദ സെയിൽസ് ആർ ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ സെയിൽസിൻ്റെ 50%, ജൂലൈയിൽ 2,60,000 ആണ് അവിടെ സെയിൽസ് നടന്നിട്ടുള്ളത്. അതിൻ്റെ 50% ക്യാഷിനാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2,60,000-ൻ്റെ 50% 1,30,000 രൂപയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് അവിടെ ക്യാഷ് സെയിൽ അവിടെ നിൽക്കട്ടെ. അടുത്ത വരുന്നത് റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുന്നതും അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ദ ക്രെഡിറ്റ് സെയിൽസ് ആർ റിയലൈസ്ഡ് ഇൻ ദി മന്ത് ഫോളോവിങ് സെയിൽസ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് സെയിൽസ് കിട്ടുന്നത് ഫോളോവിങ് മന്ത് ഓഫ് സെയിൽസിലാണ്. കാരണം സെയിൽസ് ആണല്ലോ നമുക്ക് ഡെപ്റ്റേഴ്സിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ മാസത്തേതാണ് നമുക്ക് ഈ മാസം കിട്ടുക. കഴിഞ്ഞ മാസത്തിൻ്റെ 50% ഈ മാസം കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ജൂലൈത്തതാണ്. ജൂണിൽ എത്രയാണ് നമുക്ക് സെയിൽസ് നടന്നത് നോക്കുക. ജൂണിൽ സെയിൽസ് നടന്നത് 2,40,000 രൂപയുടെ സെയിൽസാണ്. അങ്ങനെയാണെങ്കിൽ 2,40,000-ൻ്റെ 50% എന്ന് പറയുന്നത് 1,20,000 ആയിരിക്കും. ഇത് ജൂണിൽ നടന്നതാണ്, പക്ഷേ ക്യാഷ് കിട്ടുന്നത് ജൂലൈയിലാണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമുക്ക് ഈ മാസം റെസിപ്റ്റ് ഉള്ളത്. അഥവാ ഓപ്പണിംഗ് ബാലൻസ് ഓൾറെഡി ഉണ്ട്. ദെൻ പിന്നെ ക്യാഷിന് വിറ്റിട്ടുള്ള 2,60,000-ൻ്റെ 50% 1,30,000. ദെൻ അതുപോലെ കഴിഞ്ഞ മാസത്തെ ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടിയത് 2,40,000 ടോട്ടൽ വരുന്നത്. ദെൻ ആ 2,40,000 ടോട്ടൽ വരുമ്പം അവിടെയും ശ്രദ്ധിക്കണം, അതിൻ്റെ 50% ക്യാഷ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ബാക്കി 50% ആയിട്ടുള്ള 1,20,000 ഈ മാസം കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ടോട്ടൽ റെസിപ്റ്റ് 2,58,000 ആണ്. ഇനി നമുക്ക് പേയ്മെൻറ്റിലേക്ക് ശ്രദ്ധിക്കാം. ദെൻ അവിടെ പേയ്മെൻറ്റിൽ ആദ്യം വരുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ക്രെഡിറ്റേഴ്സ് വരുന്നത് നോക്കുക. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ദ മന്ത് ഓഫ് ഫോളോവിങ് ദ മന്ത്സ് ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങുമ്പോഴാണല്ലോ നമുക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ടാവുക, ക്യാഷ് കൊടുക്കാനുള്ള ആളുകൾ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ കൊടുക്കാനുള്ള ആളുകൾക്ക് നമ്മൾ കഴിഞ്ഞ മാസത്തെ പർച്ചേസാണ് ഈ മാസം കൊടുക്കുന്നത്, ഈ മാസത്തെ പർച്ചേസ് അടുത്ത മാസം കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ മാസത്തെ പർച്ചേസ് എത്രയാണെന്നുള്ളത് നോക്കുക. ജൂണിലുള്ള പർച്ചേസ് 1,80,000 ആണ്. അതാണ് നമ്മൾ ജൂലൈ മാസത്തിൽ കൊടുത്തത്. ഇനി ജൂലൈ മാസത്തെ പർച്ചേസ് നമ്മൾ ഓഗസ്റ്റിൽ കൊടുക്കും. ദെൻ അതുപോലെ തന്നെ വേജസ് 27,500 ആണെന്നുള്ളത് കൃത്യമായിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. വേജസ് 27,500. 26,000 അവിടെ ജൂണിലേത് തന്നിട്ടുണ്ട്, അത് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. ദെൻ 27,500 വേജസ് ജൂലൈയിലേത് എടുക്കുക. ദെൻ പ്ലാൻഡ് 10,000 ആണെന്നുള്ളതും കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിട്ടുണ്ട്? അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലാൻഡ് കോസ്റ്റിംഗ്, മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക. പ്ലാൻഡ് കോസ്റ്റിംഗ് ₹20,000 ഈസ് ടു ബി പർച്ചേസ്ഡ് ഇൻ ജൂലൈ. ജൂലൈയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അത് 20,000-ൻ്റെതാണ്. പക്ഷേ അവിടെ പറഞ്ഞു 50% ഓഫ് ദ സെയിം ഈസ് പെയ്ഡ് ഇൻ ദ മന്ത്. ദെൻ 50% എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 20,000-ൻ്റെ 50% ഈ മാസം അഥവാ ജൂലൈ മാസത്തിൽ കൊടുത്തതാണ്, അത് 10,000 രൂപ. അങ്ങനെ ടോട്ടൽ പേയ്മെൻറ്റുകൾ 2,17,500 ആണ്. ദെൻ ക്ലോസിംഗ് ബാലൻസ് 40,500, അഥവാ ജൂലൈയിലെ ക്ലോസിംഗ് ബാലൻസ് 40,500. ദെൻ ഇനി ശ്രദ്ധിക്കണേ, നമ്മൾ ഓഗസ്റ്റ് മാസത്തേക്ക് കടക്കുമ്പോൾ ജൂലൈ മാസത്തെ ക്ലോസിംഗ് ആണ് ഓഗസ്റ്റ് മാസത്തെ ഓപ്പണിംഗ്. നിങ്ങൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് ശ്രദ്ധിക്കുക. ദെൻ ജൂലൈ മാസത്തിലുള്ള ക്ലോസിംഗ് 40,500 ഓഗസ്റ്റിലേക്ക് വരുമ്പം അത് ഓപ്പണിംഗ് ബാലൻസ് ആയി മാറും. ദെൻ ഓഗസ്റ്റിലെ ക്ലോസിംഗ് സെപ്റ്റംബറിൽ ഓപ്പണിംഗ് ആയിട്ട് മാറും എന്നുള്ളതും ശ്രദ്ധിക്കുക. ദെൻ ഇനി അത് ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ കൂടെ ക്യാഷ് സെയിൽസ് ആണുള്ളത്. ക്യാഷ് സെയിൽസ് നമ്മൾ നോക്കേണ്ടത്
നോക്കേണ്ടത് ഇപ്പം നടന്ന സെയിൽസിൻ്റെ ദെൻ 50% ആണ് ഉണ്ടാവുക. ദെൻ ഓഗസ്റ്റിൽ 2 ലക്ഷമാണ് ക്യാഷ് സെയിൽ നടന്നത്. അതിൽ 50% ക്യാഷ് നമ്മൾ കൊടുക്കും, ബാക്കി 50% അടുത്തിലാണ് കൊടുക്കുക. ദെൻ അങ്ങനെ ക്യാഷ് സെയിൽ 1 ലക്ഷം രൂപ നമ്മൾ നടത്തി കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ക്യാഷ് കിട്ടി 1 ലക്ഷം രൂപ. ദെൻ റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ നോക്കുക, ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ മാസത്തെ 50% ഈ മാസം കിട്ടുക. കഴിഞ്ഞ മാസത്തെ 2,60,000 ആണ് ഉണ്ടായിരുന്നത്. ആ 2,60,000 50% അവിടെ കിട്ടി 1,30,000. ബാക്കി 50% 1,30,000 ഈ മാസം കിട്ടും. അതാണ് നമ്മൾ 1,30,000 അവിടെ കാണിച്ചത്. ദെൻ ടോട്ടൽ 2,70,500. ദെൻ പേയ്മെൻറ്റിലേക്ക് വരുമ്പോൾ ദെൻ ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞ മാസത്തേതാണ് ഈ മാസം കിട്ടുക എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ജൂലൈയിൽ 1,90,000 അവിടെ ക്രെഡിറ്റേഴ്സ് വന്നിട്ടുള്ളത്. ദെൻ അഥവാ നേരത്തെ പർച്ചേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞു. ദെൻ ആ 1,90,000 ആണ്. ദെൻ വേജസ് 25,500 ഉണ്ട്. പിന്നെ പ്ലാന്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. നേരത്തെ 50% ക്യാഷ് നമ്മൾ എന്ത് ചെയ്തിരുന്നു, കൊടുത്തിരുന്നു. ബാക്കി 50% ഈ മാസം കൊടുക്കും, ഓഗസ്റ്റിൽ കൊടുക്കും എന്നവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ആൻഡ് ദ റിമൈനിങ് 50% ഇൻ ദ നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞിട്ട് ജൂലൈ കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ് ആണ് വരിക. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 10,000 കൊടുത്ത്. അങ്ങനെ 2,22,500 എക്സ്പെൻസും ഉണ്ട്. ദെൻ ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് 48,000. ഈ ക്ലോസിംഗ് ബാലൻസ് ആണ് സെപ്റ്റംബറിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. ദെൻ അതിൻ്റെ കൂടെ തന്നെ ദെൻ ക്യാഷ് സെയിൽ നടന്നിട്ടുണ്ട്. അത് നമ്മൾ രേഖപ്പെടുത്തണം. ക്യാഷ് സെയിൽ എത്ര നടന്ന് നോക്കുക. 1,80,000 നടന്നിട്ടുള്ളത്. അതിൻ്റെ പകുതി 90,000. ദെൻ അത് കഴിഞ്ഞാൽ നേരത്തെ കിട്ടാനുണ്ടായിരുന്ന 1 ലക്ഷം പെൻഡിങ് ഉണ്ടായിരുന്നു ക്യാഷ് സെയിലിൽ നിന്നും. ബാക്കി 50% ക്രെഡിറ്റ് സെയിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് 1 ലക്ഷം കിട്ടാനുണ്ടായിരുന്നു, അത് കിട്ടി. അങ്ങനെ 2,38,000 സെപ്റ്റംബറിൽ റെസിപ്റ്റ്. ദെൻ അതിൻ്റെ പേയ്മെൻറ്റ്സിലേക്ക് വരുമ്പോൾ 1,44,000 ആണ് ക്രെഡിറ്റേഴ്സിൻ്റെ വരുന്നത്. ദെൻ അതെങ്ങനെ വരുന്നത് വെച്ചാൽ നേരത്തെ തൊട്ട് മുന്നത്തെ മാസത്തേതാണ് അവിടെ വരുന്നത്. ദെൻ അതുപോലെ തന്നെ 23,000 വേജസ് ഉണ്ട്. പ്ലാന്റ് ഇനി നമുക്ക് കൊടുക്കാൻ ബാക്കിയൊന്നുമില്ല, നേരത്തെ 2 മാസം വെച്ച് നമ്മൾ കൊടുത്തു. ദെൻ 1,67,000 അത് വരുന്നത്. ദെൻ ടോട്ടൽ ക്ലോസിംഗ് ബാലൻസ് 71,000 ആയിരിക്കും. ഇത്രയുമാണ്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു സ്ട്രക്ചർ മാത്രം ആലോചിച്ച് ചെയ്താൽ മതി. ദെൻ ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കണം. ഇതിൻ്റെ ആൻസർ വരുന്നത് ക്ലോസിംഗ് ബാലൻസ് അവസാനത്തെ ക്ലോസിംഗ് ബാലൻസ് വരുന്നത് ഏപ്രിൽ മാസത്തേത് 11,400, മെയ് മാസത്തേത് 9,600, ജൂൺ മാസത്തേത് 29,800 ആണ് വരിക. കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് റീസെൻ്റ് ട്രെൻഡ്സ് ഇൻ ബജറ്റിങ്ങിൽ ഇപ്പോൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നിരിക്കുന്ന ഒരുപാട് ട്രെൻഡുകളാണ്, അഥവാ പുതിയ മെത്തേഡുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബജറ്റിൽ ഈ അടുത്ത കാലത്ത് വന്ന പുതിയ മെത്തേഡുകൾ. ഇറ്റ് ഹാസ് ബീൻ പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് ദ ട്രഡീഷണൽ ബജറ്റിംഗ് ക്രിയേറ്റ്സ് എ നമ്പർ ഓഫ് പ്രോബ്ലംസ് ഫോർ ടോപ്പ് മാനേജ്മെൻറ്റ്. ദെൻ ട്രഡീഷണൽ ബജറ്റ് അഥവാ പരമ്പരാഗത രീതിയിൽ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വന്നിരുന്ന ബജറ്റുകൾക്ക് ധാരാളം പ്രോബ്ലംസുകൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ഉണ്ടായി എന്നുള്ളതാണ്. ഇൻ ഓർഡർ ടു ഓവർകം ദ ലിമിറ്റേഷൻസ് ഓഫ് ട്രഡീഷണൽ ബജറ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസുകൾ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി, അതിന് മറികടക്കുന്നതിന് വേണ്ടി സം ന്യൂ ടെക്നിക്സ് ഹാവ് ബീൻ ഡെവലപ്ഡ്. ദെൻ പുതിയ കുറച്ച് ടെക്നിക്സുകൾ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ട്. ദെൻ സം ഓഫ് ദി ന്യൂ ടെക്നിക്സ് ഓഫ് ബജറ്റിംഗ് ആർ, അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ടെക്നിക്സുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സിംപ്ലി മനസ്സിലാക്കുക. ദെൻ പരമ്പരാഗതമായ രീതിയിൽ നമ്മൾ ബജറ്റുകൾ ധാരാളം തയ്യാറാക്കിയിരുന്നു. എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിലെ ഡാറ്റകൾ എടുത്തിട്ട് നമ്മൾ പുതിയൊരു ബജറ്റ് ഉണ്ടാക്കും. ദെൻ എന്ന് വെച്ചാൽ പുതിയൊരു ബജറ്റ് ഉണ്ടാക്കുമ്പോൾ പ്രീവിയസ് ഇയറിലെ ഡാറ്റകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ട്രഡീഷണൽ ബജറ്റുകൾ നമ്മൾ നിലകൊണ്ടിരുന്നത്. ദെൻ എന്നാൽ പുതിയ ട്രെൻഡ് പ്രകാരം വ്യത്യസ്ത രൂപത്തിലുള്ള ബജറ്റുകൾക്കാണ് രൂപം കൊടുക്കുന്നത്. ദെൻ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ദെൻ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ദെൻ ഒന്നാമത്തെ സീറോ ബേസ് ബജറ്റിംഗ്, രണ്ടാമത്തെ പെർഫോമൻസ് ബജറ്റിംഗ്, മൂന്നാമത്തേത് പ്രോഗ്രാം ബജറ്റിംഗ്, നാലാമത്തേത് ലേണിംഗ് കർവ് ബജറ്റിംഗ്, ദെൻ റോളിംഗ് ബജറ്റ്സ്, ദെൻ കെയ്സൺ ബജറ്റ്, ദെൻ ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റ്. ദെൻ ഇതിലേറ്റവും പ്രധാനപ്പെട്ട 3 നമ്മളിവിടെ ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുന്നത്. ദെൻ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ദെൻ
ഒന്നാമത്തേത് സീറോ ബേസ് ബജറ്റിംഗ്, ZBB എന്ന് പറയും. സീറോ ബേസ് ആണ് എന്ന് വെച്ചാൽ പേരിൽ തന്നെയുണ്ട് സീറോ ബേസ് ആണെന്നുള്ളത്. ദെൻ ഇറ്റ് എയിംസ് അറ്റ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മൾ കുറഞ്ഞ കോസ്റ്റിൽ മാക്സിമം റിസോഴ്സസുകൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ദെൻ ദിസ് ടെക്നിക്സ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പീറ്റർ എഫ് ഫിയർ ഓഫ് US ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ 1969. 1969 US-ലാണ് ഇത് ആരംഭിക്കുന്നത്. ദെൻ പീറ്റർ എഫ് ഫിയർ എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധനാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Then under traditional budgeting, budgets are prepared on the basis of previous year budgets. നേരത്തെ നമ്മൾ പറഞ്ഞു. ദെൻ ഈ ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങിൽ ഒരു പുതിയ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് പ്രീവിയസ് ഇയറിലെ ബഡ്ജറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് തയ്യാറാക്കുന്നത്. ദെൻ അൺലൈക്ക് ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ZBB സ്റ്റാർട്ട്സ് ഫ്രം സീറോ. ഈ ZBB എന്ന് പറയുന്നത് സീറോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ എന്ന് വെച്ചാൽ ഓരോ ബഡ്ജറ്റും സീറോയിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുമ്പം ഓരോ ബഡ്ജറ്റും പുതിയ പുതിയ വർഷങ്ങൾ തുടങ്ങുന്ന ഓരോ ബഡ്ജറ്റുകളും അതാത് വർഷങ്ങളെ മാത്രമാണ് പരിഗണിക്കുന്നത്, പ്രീവിയസ് ഇയറിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. എവറി ഇയർ ഈസ് ടേക്കൺ ആസ് എ ന്യൂ ഇയർ. ദെൻ ഓരോ വർഷവും പുതിയ വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് പ്രീവിയസ് ഇയർ ഈസ് നോട്ട് ടേക്കൺ ആസ് ദ ബേസ്. പ്രീവിയസ് ഇയറിനെ ഒരിക്കലും ബേസ് ആയിട്ട് എടുക്കുന്നില്ല. ആസ് ഇൻ ദ കേസ് ഓഫ് ട്രഡീഷണൽ ബഡ്ജറ്റിംഗ്. ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് പോലെ പ്രീവിയസ് ഇയറിനെ ബേസ് ആയിട്ട് എടുക്കില്ല. ഇത് ഓരോ വർഷവും പുതിയ ബഡ്ജറ്റായിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ ZBB മേ ബി ബെറ്റർ ടേംഡ് ആസ് ഡിനോവ ബഡ്ജറ്റിംഗ്. ദെൻ ഇതിനെ ഡിനോവ ബഡ്ജറ്റിംഗ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ദെൻ ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ആൻഡ് ZBBയുടെയും അതുപോലെ തന്നെ ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങിൻ്റെയും ഡിഫറൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ദെൻ ഒന്നാമത്തേത്, ദെൻ ദ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ബിഗിൻസ് വിത്ത് പ്രീവിയസ് ഇയേഴ്സ് ആക്ച്വൽസ്. ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ആരംഭിക്കുന്നത് പ്രീവിയസ് ഇയറിലെ ആക്ച്വലിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിലെ ഡാറ്റകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ZBB വിത്ത് സീറോ ആസ് ബേസ്. ZBBയിൽ സീറോ ആയിരിക്കും ബേസ്. എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിലെ ഡാറ്റകളൊന്നും പരിഗണിക്കുന്നില്ല. ഓരോ വർഷവും സീറോയിൽ നിന്നാണ് ബഡ്ജറ്റ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തെ, ഇറ്റ് ഫോക്കസസ് ഓൺ മണി. ദെൻ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് പ്രധാനപ്പെട്ട് പണത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ ZBB ഫോക്കസസ് ഓൺ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്. ഗോൾസുകൾ, ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഒബ്ജക്റ്റീവാണ് ഇതിൻ്റെ പരിധിയിൽ വരുന്നത്. ദെൻ മൂന്നാമത്തേത്, അക്കൗണ്ടിങ് ഓറിയൻറ്റഡ് ആണ് ട്രഡീഷണൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ZBB ഡിസ്കഷൻ ഓറിയൻറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് പ്രീവിയസ് ഇയർ അക്കൗണ്ട്സുകളെ ബേസ് ചെയ്തിട്ടാണ് രൂപപ്പെടുത്തുന്നത്. എന്നാൽ ZBB അവിടെ പ്രീവിയസ് ഇയറിനൊന്നും പരിഗണിക്കുന്നില്ല, കറണ്ട് ഇയറിലെ ഡിസ്കഷനെ ബേസ് ചെയ്തിട്ടാണ് നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. ദെൻ നാലാമത്തെ, റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ്. ദെൻ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത്, റിസോഴ്സസ് വിതരണം ചെയ്യുന്നത് ദെൻ നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ്. കോസ്റ്റുകളുടെ ബെനഫിറ്റ് പിന്നെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ദെൻ കോസ്റ്റ് ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ദെൻ വളരെ ഗുണകരമാണ് അല്ലെങ്കിൽ ലാഭകരമാണ് അല്ലെങ്കിൽ ചെലവ് ചുരുക്കാം എന്നുള്ള അടിസ്ഥാനത്തിലല്ല അവിടെ റിസോഴ്സസുകൾ അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ ZBBയിൽ റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ്. റിസോഴ്സസുകൾ വിതരണം ചെയ്യുന്നത്, വീതം വെക്കുന്നത് എല്ലാം കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ അഞ്ചാമത്തേത്, റുട്ടീൻ അപ്രോച്ചാണ് ഉണ്ടാവുക. ദെൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും അത് ബേസ് എടുത്ത് അടുത്ത വർഷത്തേക്ക് രൂപപ്പെടുത്തുന്നു, വീണ്ടും ബേസ് എടുത്ത് അടുത്ത വർഷത്തേക്ക് രൂപപ്പെടുത്തുന്നു. ഇങ്ങനെ റുട്ടീനായിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. എന്നാൽ ZBB സ്ട്രൈറ്റ് ഫോർവേഡ് അപ്രോച്ചാണ്. എന്ന് വെച്ചാൽ അത് സ്ട്രൈറ്റ് ആയിട്ട് പോവുകയാണ്, ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവിടുത്തെ ഡാറ്റകൾ പരിഗണിക്കുന്നില്ല. ദെൻ മുന്നോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. ദെൻ ആറാമത്തേത്, നോട്ട് പ്രയോറിറ്റി ബേസ്ഡ്. ദെൻ ഇത് പ്രയോറിറ്റി ബേസ്ഡ് അല്ല എന്നുള്ളതാണ്. ദെൻ എന്നാൽ ZBB പ്രയോറിറ്റി ബേസ്ഡ് ആണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇവിടെ റിസോഴ്സസുകൾ അലോക്കേറ്റ് ചെയ്യുന്നിടത്തും മറ്റു സാമഗ്രികളൊക്കെ ഉപയോഗിക്കുന്നിടത്തും മറ്റു റിസോഴ്സസുകൾ ഉപയോഗിക്കുന്നിടത്തൊക്കെ ദെൻ ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങിൽ അങ്ങനെ കാര്യമായ പ്രയോറിറ്റികളൊന്നും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും ZBBയിൽ പ്രയോറിറ്റി ബേസ്ഡ് ആണ്. ഏത് റിസോഴ്സസുകൾക്ക് അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾക്കാണ് ആദ്യം മുൻഗണന കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട്
അവിടെ ഉണ്ടാവും. അതിൻ്റെ കാരണം അത് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് കണ്ടീഷനുമായി ബന്ധപ്പെട്ടാണ് ZBB നിലനിൽക്കുന്നത്. ഏഴാമത്തേത് പ്രിപ്പയർഡ് ആനുവലി. ട്രഡീഷണൽ ബഡ്ജറ്റ് ഓരോ വർഷവും തയ്യാറാക്കണം. എന്നാൽ പ്രിപ്പയർഡ് വൺസ് ഇൻ എ 5 year 5 വർഷത്തിലൊരിക്കലാണ് ZBB ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ദെൻ ഇനി രണ്ടാമത്തെ മെത്തേഡ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ആണ്. പെർഫോമൻസുകളാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ പരിധിയിൽ വരുന്നത്. ദെൻ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ഈസ് എ ന്യൂ അപ്രോച്ച് ടു ബഡ്ജറ്റിംഗ് വിത്ത് ആൻ എംഫസിസ് ഓൺ വർക്ക് ഡൺ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കുക, വർക്ക് ഡണ്ണിൻ്റെ അടിസ്ഥാനത്തിലാണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ്. ദെൻ ഇതൊരു ന്യൂ അപ്രോച്ച് കൂടിയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിലകൊള്ളുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കുക. ദെൻ ഇറ്റ് ഈസ് primarily concerned with the objectives to be achieved by an organization. ഒരു സ്ഥാപനം എത്രയാണ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട ഇവിടെ പരിഗണിക്കുക. rather than the amount of money to be spent on different objective. then വ്യത്യസ്ത ഒബ്ജക്റ്റീവുകൾക്ക് പണം ചെലവാക്കുന്നത് എത്ര എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് then ഇവിടെ പെർഫോമൻസുകൾക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് എന്നതാണ് അവിടെ പറഞ്ഞത്. then it was first applied in the USA in 1920. 1920 USA-യിലാണ് ഇത് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട് ഉദ്ദേശിക്കുന്നത് ദെൻ പണം എത്ര ചിലവായാലും സാരമില്ല, അല്ലെങ്കിൽ പണം എത്ര ചിലവായാലും പ്രശ്നമില്ല. ദെൻ ഇവിടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണം, നേട്ടങ്ങൾ ഉണ്ടാക്കണം, പെർഫോമൻസ് എഫിഷ്യൻ്റ് ആക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഈ ബഡ്ജറ്റിൻ്റെ പരിധിയിൽ വരുന്നത്. The term performance means result or output. Then result ഉണ്ടാവണം, ഔട്ട്പുട്ട് ഉണ്ടാവണം, അതാണ് പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the performance budget establishes a relation between estimated input and expected output. Then നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഇൻപുട്ടുകളും അതുപോലെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടുകളും തമ്മിലൊരു ബന്ധമാണ് ഇവിടെ പ്രധാനപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇവിടെ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ആൻഡ് ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ദെൻ ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങും പെർഫോമൻസ് ബഡ്ജറ്റിങ്ങും ആണ് ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുന്നത്. നേരത്തെ നമ്മൾ ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങും ZBB ആണ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുത്തത്. ദെൻ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് നോക്കാം. ദെൻ ഒന്നാമത്തെ ബേസ്ഡ് ഓൺ ദ പ്രീവിയസ് ഇയർ ബഡ്ജറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് പ്രീവിയസ് ഇയറുള്ള ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നിലകൊള്ളുന്നത്. എന്നാൽ പെർഫോമൻസ് ബഡ്ജറ്റ് ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻസ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രോജക്റ്റ്. ഫങ്ഷൻസുകളും ആക്ടിവിറ്റികളും അതുപോലെ തന്നെ പ്രോജക്റ്റുകളൊക്കെ ബേസ് ചെയ്തിട്ടാണ് പെർഫോമൻസ് ബഡ്ജറ്റ് നിൽക്കുന്നത്. രണ്ടാമത് ഫോക്കസ് ഓൺ കോസ്റ്റ്. ദെൻ ട്രഡീഷണൽ ബഡ്ജറ്റ് പ്രധാനപ്പെട്ട കോസ്റ്റുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ഫോക്കസസ് ഓൺ പെർഫോമൻസിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് പെർഫോമൻസ് ബഡ്ജറ്റ് നിലകൊള്ളുന്നത്. ദെൻ മൂന്നാമത്തെ ടാർഗറ്റ്സ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. ദെൻ ടാർഗറ്റുകൾ മെഷർ ചെയ്യുന്നത് പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ എന്നാൽ പെർഫോമൻസ് ബഡ്ജറ്റിൽ ടാർഗറ്റ്സ് ആർ മെഷേർഡ് ബോത്ത് ഇൻ ടേംസ് ഓഫ് മണി ആസ് വെൽ ആസ് ഫിസ്ക്കൽ യൂണിറ്റ്. ദെൻ പണവും അതുപോലെ തന്നെ ഫിസ്ക്കൽ യൂണിറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെഷർമെൻറ്റ് നടക്കുന്നുണ്ട്. ദെൻ നാലാമത്തെ ഡിസിഷൻ മേക്കിംഗ് ഫ്ലോസ് ഡൗൺവേർഡ് ആസ് വെൽ ആസ് അപ്വേർഡ്. ദെൻ ഡിസിഷൻ മേക്കിംഗ് ഡൗൺവേർഡ് ഉണ്ട് അതുപോലെ അപ്വേർഡ് ഉണ്ട്. എന്ന് വെച്ചാൽ ടോപ്പിൽ നിന്ന് ബോട്ടം ലെവലിലേക്കും ബോട്ടമിൽ നിന്ന് ടോപ്പ് ലെവലിലേക്കും പോകുന്നുണ്ട് എന്നർത്ഥം. ദെൻ എന്നാൽ പെർഫോമൻസ് ബഡ്ജറ്റിംഗിൽ ഡിസിഷൻ മേക്കിംഗ് മെയിൻലി ഫ്ലോസ് ഡൗൺവേർഡ്. ദെൻ ഡിസിഷൻ മേക്കിങ്ങിൽ പെർഫോമൻസ് ബഡ്ജറ്റ് പ്രകാരം ഡിസിഷൻ മേക്കിംഗ് മുകളിൽ നിന്ന് അഥവാ ടോപ്പിൽ നിന്ന് താഴോട്ടാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത് എന്നുള്ളതാണ്. ദെൻ ഇനി മൂന്നാമത്തേത് പ്രോഗ്രാം ബഡ്ജറ്റിംഗ് ആണ്. program budgeting. Then it was first introduced in US Defense Department in 1961. Then 1961 US Department ആണ് എന്ത് ചെയ്യും ഈ ഒരു സംവിധാനം കൊണ്ടുവരുന്നത്. ദെൻ ബൈ റോബർട്ട് എൻ നമ്മറയാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ ദെൻ ബൈ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കണം, ഇന്ത്യയിൽ ഇത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം ബഡ്ജറ്റിംഗ് ഉപയോഗിക്കുന്നത്. Then a program budget is a budgetary system designed for meeting the requirements of government departments and non-profit organizations or institutions also. Then ഗവൺമെൻറ്റുകളുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനപ്പെട്ട് ഇത് ഉപയോഗിക്കുന്നത്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. Then according to David Novick, program budgeting is the sum of the steps of
ഇൻ്റർഡിപ്പെൻഡൻ്റ് ആക്ടിവിറ്റീസ്. ഇൻ്റർഡിപ്പെൻഡൻ്റ് ആക്ടിവിറ്റിയുടെ സ്റ്റെപ്സുകളുടെ ഒരു കൂട്ടമാണ് ഇവിടെ നമ്മൾ പ്രോഗ്രാം ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ വിച്ച് എൻ്റർ ഇൻ ടു ദി അറ്റൈൻമെൻറ്റ് ഓഫ് സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്. ഒരു സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആക്ടിവിറ്റികൾക്ക് ആവശ്യമായ സ്റ്റെപ്പുകളുടെ ഒരു കൂട്ടം എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത പ്രോഗ്രാമുകൾ, വ്യത്യസ്ത തലത്തിലുള്ള പ്രോഗ്രാമുകൾ, ആ പ്രോഗ്രാമുകൾ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യുക എന്നതിന് വേണ്ടി തയ്യാറാക്കുന്നതാണ് ഈ പ്രോഗ്രാം ബഡ്ജറ്റിംഗ് എന്ന് സിംപ്ലി മനസ്സിലാക്കുക. ദെൻ ഇനി പ്രോഗ്രാം ബഡ്ജറ്റിങ്ങും പെർഫോമൻസ് ബഡ്ജറ്റിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തേത്, പ്രോഗ്രാം ബഡ്ജറ്റിംഗ് യൂസ്ഫുൾ അറ്റ് ഹയർ ലെവൽ, ടോപ്പ് ലെവലിലേക്കാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക. നമ്മൾ നേരത്തെ പറഞ്ഞു ടോപ്പിൽ നിന്ന് ബോട്ടമിലേക്കാണ് പോകുന്നതെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ദെൻ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് യൂസ്ഫുൾ അറ്റ് ഓൾ ലെവൽസ്, ഏത് ലെവൽ ഓഫ് എംപ്ലോയീസും ഏത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിനും ഇത് യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ്. കാരണം ഇവിടെ പെർഫോമൻസ് ആണ് പ്രധാനപ്പെട്ട് കൈകാര്യം ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തേത്, ടാർഗറ്റ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ യൂണിറ്റ്. ടാർഗറ്റ്സുകൾ ദെൻ അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സുകളൊക്കെ ഫിസിക്കൽ യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്. ദെൻ പെർഫോമൻസ് ബഡ്ജറ്റിൽ ടാർഗറ്റ്സ് ആർ മെഷേർഡ് ഇൻ ബോത്ത് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ യൂണിറ്റ്. ദെൻ മൂന്നാമത്തേത്, ഫോക്കസസ് ഓൺ പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് ഫണ്ട്സ്. ദെൻ ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യുന്നതിനാണ് പ്രധാനപ്പെട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തേത്, ഫോക്കസ് ഓൺ വർക്ക് പ്രോഗ്രാംസ്. ദെൻ വർക്ക് പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് പെർഫോമൻസ് ബഡ്ജറ്റ് നിലകൊള്ളുന്നത്. ദെൻ നാലാമത്തേത്, കൺസേൺഡ് വിത്ത് ദ പർപ്പസ് ഓഫ് വർക്ക്. വർക്കുകളുടെ പർപ്പസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോഗ്രാം ബഡ്ജറ്റ് ഉള്ളത്. എന്നാൽ പെർഫോമൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് കൺസേൺഡ് വിത്ത് ദി പ്രോസസ് ഓഫ് വർക്കുകളുടെ പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് പർപ്പസാണ്, മറ്റൊന്ന് പ്രോസസ്സാണ്. ദെൻ അഞ്ചാമത്തേത്, റെലവൻറ്റ് ടു ദി പ്രോബ്ലംസ് ഓഫ് ദി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ഇത് സ്യൂട്ടബിൾ ആകുന്നത്, അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. ദെൻ എന്നാൽ പെർഫോമൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് റെലവൻറ്റ് ടു ദ പ്രോബ്ലംസ് ഓഫ് ലോവർ ആൻഡ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ലോവർ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റുകളുടെ പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് പ്രധാനപ്പെട്ട് നിലകൊള്ളുന്നത്. ദെൻ ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മറ്റൊരു ഭാഗമാണ് ചർച്ച ചെയ്യാനുള്ളത്. ദെൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നോം ഓർ യാർഡ് സ്റ്റിക്ക്, ഒരു അളവ് കോല് അല്ലെങ്കിൽ ഒരു ഉപകരണം, അളവിന് വേണ്ടിയുള്ള ഉപകരണമായിട്ടാണ് കണക്കാക്കുന്നത്. വിത്ത് വിച്ച് കമ്പാരിസൺ ക്യാൻ ബി മെയ്ഡ്. ദെൻ സാധാരണഗതിയിൽ അളക്കുന്നത് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ. ദെൻ അങ്ങനെ കമ്പാരിസൺ ചെയ്യുന്നതിന് വേണ്ടി നമുക്കുള്ള ഒരു അളവ് കോലാണ് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ദെൻ അക്കോർഡിംഗ് ടു ഇ എൽ കോക്ലർ, സ്റ്റാൻഡേർഡ് ഈസ് എ ഡിസൈർഡ് അറ്റൈനബിൾ ഒബ്ജക്റ്റീവ്. ദെൻ ഒരു നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒബ്ജക്റ്റീവാണ് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന സ്ഥലത്ത് എത്തണം, ഇത്ര ലെവലിലേക്ക് എത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലെവലാണ് ഇവിടെ സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പെർഫോമൻസ്, ഒരു ഗോൾ, എ മോഡൽ ഏതും ആവാം. ഒരു പെർഫോമൻസ് ആവാം, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമാവാം, അല്ലെങ്കിൽ ഒരു രൂപമാവാം. ഏത് രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാം, പരിഗണിക്കാം. സംതിങ്, ഒരു ഒബ്ജക്റ്റീവിനെയാണ് ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഒബ്ജക്റ്റീവിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. Then when standard costs are used for the purpose of cost control, standard costing എന്താന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉപയോഗപ്പെടുത്താം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മീൻസ് വെൻ സ്റ്റാൻഡേർഡ്സ് കോസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോളുകൾക്ക് വേണ്ടി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉപയോഗിക്കുന്നതിനെയാണ് ദ ടെക്നിക് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ആ ടെക്നിക്കിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റ് അസർട്ടൈൻഡ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നോക്കാം നമുക്ക്. According to ICMA London, standard costing is a technique which uses standards for കോസ്റ്റ് ആൻഡ് റവന്യൂ. കോസ്റ്റുകൾക്കും റവന്യൂകൾക്കും സ്റ്റാൻഡേർഡുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫോർ ദ പർപ്പസ് ഓഫ് കൺട്രോൾ ത്രൂ വേരിയൻസ് അനാലിസിസ്. ദെൻ കൃത്യമായിട്ടുള്ള വേരിയൻസ് അനാലിസിസിലൂടെ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ള പർപ്പസോട് കൂടി ആണ് എന്ത് ചെയ്യുന്നത്, റവന്യൂകൾക്കും അതുപോലെ കോസ്റ്റുകൾക്കും സ്റ്റാൻഡേർഡ് കൊടുക്കുന്നത്. അതിനുള്ള ടെക്നിക്കാണ് ഈ കോസ്റ്റ് കൺട്രോളിങ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ദെൻ വേരിയസ് അനാലിസിസ് നമ്മൾ ഡീറ്റെയിൽ പറയുന്നുണ്ട്.
ദെൻ നോക്കാം ഫീച്ചേഴ്സുകൾ. ഒന്നാമത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ അഡീഷൻ ടു അതർ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിൻ്റെ മറ്റു മെത്തേഡുകൾക്ക് അഡീഷണൽ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ദി പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉപയോഗിക്കുന്നതിനും അത് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ദെൻ കോസ്റ്റിംഗ് ടെക്നിക്കായിട്ടാണ് ഇത് നമ്മൾ പരിഗണിക്കുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ. മൂന്നാമത്തേത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആർ സെറ്റ് ഫോർ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ടോട്ടൽ കോസ്റ്റ്. ദെൻ ടോട്ടൽ കോസ്റ്റിൻ്റെ വേരിയസ് എലമെൻറ്റ്സുകൾക്ക് വേണ്ടി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് മേക്സ് എ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് സ്റ്റാൻഡേർഡ്. ദെൻ ആക്ച്വൽ കോസ്റ്റുകളും അതുപോലെ സ്റ്റാൻഡേർഡുകളും തമ്മിലുള്ള കമ്പാരിസണിന് വേണ്ടിയാണ് പ്രധാനപ്പെട്ട് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു സർട്ടൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി അറ്റൈൻ ചെയ്യണമെന്ന് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ദെൻ അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അങ്ങനെ നമ്മൾ പെർഫോം ചെയ്ത് എവിടെ വരെ എത്തിയോ അതാണ് നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള കമ്പാരിസൺ സാധ്യമാക്കുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. അഞ്ചാമത് ദ മെയിൻ പർപ്പസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് കൺട്രോളിങ് കോസ്റ്റ് ബൈ അനലൈസിങ് ദ കോസ് ഓഫ് വേരിയൻസ്. ദെൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പ്രധാനപ്പെട്ട് അതിന് ഉദ്ദേശിക്കുന്നത് കൺട്രോളിങ് കോസ്റ്റാണ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യുക. അതെങ്ങനെ കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ ബൈ അനലൈസിങ് ദ കോസ് ഓഫ് വേരിയൻസ്. ദെൻ ഈ ഓരോ വ്യത്യാസങ്ങളുടെയും അഥവാ ഓരോ അറ്റൈൻമെൻറ്റുകളും അതുപോലെ ആക്ച്വലി സംഭവിച്ചതും ദെൻ സ്റ്റാൻഡേർഡും ആക്ച്വൽ സംഭവിച്ചതും ഇത് തമ്മിലുള്ള കമ്പാരിസൺ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അതാണ് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആറാമത്തെ വേരിയൻസസ് ആർ റിപ്പോർട്ടഡ് ടു ദ മാനേജ്മെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ടേക്കിംഗ് റെമഡിയൽ മെഷേഴ്സ്. ഇങ്ങനെ വേരിയൻസുകൾ കൃത്യമായിട്ടുള്ള വ്യതിയാനങ്ങൾ ടോപ്പ് മാനേജ്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യുക. ദെൻ മാനേജ്മെൻറ്റ് റിപ്പോർട്ട് എന്തിനു വേണ്ടി ചെയ്യുന്നു വെച്ചാൽ ദെൻ ഫോർ ടേക്കിംഗ് റെമഡിയൽ ആക്ഷൻസ്. ദെൻ പരിഹാര പ്രവർത്തനങ്ങൾ പരിഹാര ക്രിയകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏഴാമത്തെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം ഈസ് അപ്രോപ്രിയേറ്റ് where activities are repetitive in nature. റിപ്പീറ്റേറ്റീവ് ആക്ടിവിറ്റിയിലാണ് ഇത് പ്രധാനപ്പെട്ട് ഇത് സ്യൂട്ടബിൾ ആവുന്നത്. റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ ആക്ടിവിറ്റിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണല്ലോ കമ്പാരിസൺ ഉണ്ടാവുക. ആ കമ്പാരിസൺ സാധ്യമാക്കുന്നത് ഇങ്ങനെ റിപ്പീറ്റേറ്റീവ് ആക്ടിവിറ്റി ഉണ്ടാകുന്നിടത്താണ് കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത്. ദസ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇൻഡസ്ട്രീസ് വിച്ച് പ്രൊഡ്യൂസ് ഐഡൻറ്റിക്കൽ ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. വളരെ അധികം എണ്ണം ഒരേപോലെയുള്ള ഗുഡ്സുകൾ ഉണ്ടാക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് സ്യൂട്ടബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞു. ദെൻ അത്തരം ഇൻഡസ്ട്രികൾക്കാണ് ഇത് എഫക്റ്റീവ് ആകുന്നത്. ദെൻ ഇനി പറയാൻ പോകുന്ന അഡ്വാൻറ്റേജസ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത് കോസ്റ്റ് കൺട്രോളിംഗ് ആണ് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചെയ്യുന്നതോടുകൂടി സ്റ്റാൻഡേർഡുകൾ വെക്കുന്നതോടുകൂടി നമുക്ക് പരമാവധി കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്രയാണ് കോസ്റ്റ് വരാൻ പാടുള്ളൂ എന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരമാവധി കൺട്രോൾ ചെയ്ത് എംപ്ലോയീസ് പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഇത് സാധിക്കും. രണ്ടാമത്തേത് വാല്യുബിൾ എയ്ഡ് ടു ദി മാനേജ്മെൻറ്റിന് ഇത് കൃത്യമായിട്ട് ഒരു സഹായമാകുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ പ്രൈസ് ഫിക്സ് ചെയ്യുന്നിടത്തും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പോളിസികൾ എടുക്കുന്നിടത്തും മാർക്കറ്റിംഗ് ചെയ്യുന്നിടത്തൊക്കെ കൃത്യമായിട്ട് മാനേജ്മെൻറ്റിനെ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേത് മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. എംപ്ലോയീസിൻ്റെ സബോർഡിനേറ്റിൻ്റെ പെർഫോമൻസുകൾ കൃത്യമായിട്ട് മെഷർ ചെയ്യാനുള്ള ഒരു അളവ് കോലാണ് ഇത് എന്നുള്ളതാണ്. അഥവാ ആക്ച്വൽ കോസ്റ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള കമ്പാരിസൺ നടത്തുന്നതിലൂടെയാണ് ഈ മെഷർമെൻറ്റ് സാധ്യമാവുക. നാലാമത്തേത് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻസ്. ദെൻ എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റഡിയിങ് ദ വേരിയൻസ്, കൃത്യമായിട്ട് വേരിയൻസുകളിൽ പഠനം നടത്തുന്നു മാനേജ്മെൻറ്റ്സ്. ദെൻ അതുകൊണ്ട് തന്നെ ഓരോ ഏരിയയിലേക്കും മാനേജ്മെൻറ്റിന് കൃത്യമായിട്ട് ഒരു അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുന്നു. ആ അറ്റൻഷൻ കൊടുക്കുന്നതിലൂടെ മാനേജ്മെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ എല്ലാ മേഖലയിലേക്കും സാധ്യമാണ്. നമ്മളിങ്ങനെ സ്റ്റാൻഡേർഡുകൾ വെച്ചിട്ട് അതുപോലെ തന്നെ ആക്ച്വൽ പെർഫോമൻസുകളെ മെഷർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ ഏരിയയിലാണ് വീക്ക് സംഭവിച്ചത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഇടപെടാൻ സാധിക്കുന്നു എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തേത്
ക്വിക്ക് റിപ്പോർട്ടിംഗ് ആണ്. ദെൻ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കൃത്യമായിട്ട് നമ്മൾ അനാലിസിസ് നടക്കുന്നുണ്ട്, ടൈംലി അനാലിസിസ് നടക്കും. ദെൻ അതുകൊണ്ട് തന്നെ ഈ ടൈംലി അനാലിസിസ് നടക്കുന്നത് കൊണ്ട് തന്നെ ക്വിക്ക് റിപ്പോർട്ടിംഗ് ഇവിടെ സാധ്യമാണ്. ക്വിക്ക് റിപ്പോർട്ടിംഗ് സാധ്യമാകുമ്പോൾ ക്വിക്ക് ഡിസിഷൻ മേക്കിങ്ങും സാധ്യമാണ്. ദെൻ ആറാമത്തേത് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. നേരത്തെ പറഞ്ഞു. ദെൻ മുഴുവൻ റിസോഴ്സ്, മെറ്റീരിയൽ, മെഷീൻസ്, ഇങ്ങനെയുള്ള മുഴുവൻ റിസോഴ്സസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് വേസ്റ്റേജ് കുറക്കാൻ പറ്റും എന്നുള്ളതും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ആറാമത്തേത് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കുക. ദെൻ 7 എക്കണോമിയാണ്. വളരെയധികം നമുക്ക് ലാഭകരമാണ്. അഥവാ ഈ ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ, ഈ കൂടുതൽ ലേബർ വർക്കുകളൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം തുടക്കം മുതലേ നമ്മൾ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് വെച്ച് മെഷർ ചെയ്തിട്ടാണ് പോരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലറിക്കൽ മിസ്റ്റേക്കുകളൊക്കെ പരമാവധി reduces clerical labor. Then it does not require the maintenance of detailed കോസ്റ്റ് റെക്കോർഡ് എന്ന് കൂടെ ശ്രദ്ധിക്കുക. അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോസ്റ്റ് റെക്കോർഡുകൾ ഇതിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ദെൻ 8ാമത്തേത് കോഓർഡിനേഷനാണ്. ദെൻ എല്ലാ മേഖലയിലും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം എല്ലാ മേഖലയും നമ്മൾ കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നുണ്ട്. പർച്ചേസിംഗ് ആണെങ്കിലും, സെല്ലിംഗ് ആണെങ്കിലും, പ്രൊഡക്ഷൻ ആണെങ്കിലും, അക്കൗണ്ടിങ് ആണെങ്കിലും എല്ലാ മേഖലയും നമുക്ക് എന്ത് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ്. 9ാമത്തേത് ഇൻവെൻ്ററി വാല്യുവേഷനാണ്. അഥവാ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് ഇൻവെൻ്ററി വാല്യുവേഷന് സാധ്യമാകും എന്നുള്ളതാണ്. കാരണം എല്ലാ സ്റ്റോക്കുകളും നമ്മൾ സ്റ്റാൻഡേർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് വാല്യൂ ചെയ്യുന്നത്. ദെൻ ഇപ്പോൾ നിലവിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും നമ്മൾ കൃത്യമായി അതിൻ്റെ വേരിയൻസുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഓരോ ഇൻവെൻ്ററിയും കൃത്യമായിട്ട് നമുക്ക് വാല്യൂ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. 10ാമത്തേത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ്. ദെൻ അധികാരങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ ഓരോ വർക്കേഴ്സിനും അവർക്ക് ആവശ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മുഴുവൻ ഏരിയയിലേക്കും റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്ന മുഴുവൻ ഏരിയയിലേക്കും നമുക്ക് അതിൻ്റെ ഒരു നോട്ടം, മാനേജ്മെൻ്റ് ഒരു നോട്ടം എത്തിക്കാൻ സാധിക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു സൗകര്യമാണ്. 11ാമത്തേത് കോസ്റ്റ് കോൺഷ്യസ്നെസ് എന്നുള്ളതാണ്. ദെൻ എന്ന് വെച്ചാൽ ഒരു കൃത്യമായിട്ട് റെസ്പോൺസിബിലിറ്റികൾ ഫിക്സ് ചെയ്യാൻ, പേഴ്സണൽ റെസ്പോൺസിബിലിറ്റികൾ ഫിക്സ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ദെൻ അങ്ങനെ സാധിക്കുന്നതിലൂടെ ഓരോ എംപ്ലോയീസിനും ഇതിൻ്റെ കോസ്റ്റ് കുറച്ച് കൊണ്ടുവരൽ എൻ്റെ ആവശ്യമാണ് എന്നുള്ള ഒരു തോന്നൽ, എൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ളൊരു തോന്നൽ ഇതിലൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഓരോരുത്തരും ഈച്ച് ആൻഡ് എവരി വൺ വാല്യുവേഷൻ നടക്കുമ്പോൾ ദെൻ ഓരോരുത്തർക്കും എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവും. അതിലൂടെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ദെൻ 12ാമത്തേത് മോട്ടിവേഷനാണ്. എല്ലാ എംപ്ലോയീസിനെയും പരമാവധി മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. കൃത്യമായിട്ട് സ്റ്റാൻഡേർഡുകളൊക്കെ വെച്ച് പെർഫോമൻസുകളൊക്കെ മെഷർ ചെയ്യുമ്പോൾ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ഇൻസെൻറ്റീവ്സുകൾ, മറ്റ് ബെനിഫിറ്റുകളൊക്കെ കൊടുക്കാൻ പറ്റും. ദെൻ അത് എംപ്ലോയീസിന് നല്ല രൂപത്തിൽ മോട്ടിവേഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. 13ാമത്തേത് ഫിക്സേഷൻ ഓഫ് പ്രൈസ്. പ്രോഡക്റ്റുകൾക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദെൻ കൃത്യമായിട്ട് കോസ്റ്റുകളൊക്കെ കൺട്രോൾ ചെയ്ത് പോകുമ്പം ദെൻ എംപ്ലോയീസിനും മാനേജ്മെൻറ്റിനും ഒക്കെ ഹൈലി കോൺഫിഡൻസ് ഉണ്ടാക്കും. നമ്മുടെ പ്രോഡക്റ്റ് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായൊരു ധാരണ ഉണ്ടാവും. അതിന് എത്ര ചിലവ് വരും എന്നുള്ളതും കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എത്രയാണ് പ്രോഡക്റ്റിന് പ്രൈസ് വരേണ്ടത് എന്നുള്ളതും കൃത്യമായിട്ടൊരു ധാരണ ലഭിക്കും എന്നുള്ളതാണ്. ദെൻ അടുത്ത ഇനി ലിമിറ്റേഷൻസ് ആണ് പ്രധാനപ്പെട്ട് വരാനുള്ളത്. ദെൻ അതിൽ 1ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, അവിടെ വിട്ടുപോയിട്ടുണ്ട്. ദെൻ ഡിഫിക്കൽട്ടി ഇൻ ഫിക്സിങ് സ്റ്റാൻഡേർഡ്സ് ആണ് 1ാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്താൽ നമുക്ക് ഒരു കമ്പാരിസൺ സാധ്യമാണ്. പക്ഷേ ആ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് വളരെ ഹൈലി റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓരോ ഏരിയയിലേക്കും ഓരോ പെർഫോമൻസിനും അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിനും സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. പിന്നെ റോ മെറ്റീരിയൽ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റു ഡയറക്റ്റ് മെറ്റീരിയൽ ആണെങ്കിലും ലേബർ ആണെങ്കിലും ദെൻ മറ്റു ഓവർ ഹെഡുകളാണെങ്കിലും ഒക്കെ എല്ലാത്തിനും സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹൈലി ഡിഫിക്കൽട്ടാണ് എന്നുള്ളതാണ്. 2ാമത്തേത് ഫ്രീക്വൻറ്റ് റിവിഷൻ. ദെൻ ഫ്രീക്വൻറ്റ് റിവിഷനാണ് 2ാമത്തേത് വരുന്നത്. ദെൻ കൃത്യമായിട്ടുള്ള ഇടവേളകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിവിഷൻസുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ അതുകൊണ്ട് തന്നെ അത് കോസ്റ്റ്ലി ആയിരിക്കും. ദെൻ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള റിവിഷൻസ് നടക്കുക എന്ന് പറയുന്നത് ദെൻ കോസ്റ്റ്ലി ആയിരിക്കും. ദെൻ നല്ല ഫേമുകൾക്കൊക്കെ മാത്രമേ അത് സാധ്യമാവുള്ളൂ. ദെൻ ഇടത്തരം ഫേമുകൾക്കൊന്നും അത് അത്ര അങ്ങോട്ട് സാധ്യമല്ല എന്നുള്ളതാണ്. 3ാമത്തേത് ദെൻ അൺസ്യൂട്ടബിൾ
ആണ് എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദെൻ അൺസ്യൂട്ടബിലിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ജോബ് ഓർഡർ ഇൻഡസ്ട്രീസ്. ജോബ് ഓർഡറുകൾ കൊടുക്കുന്ന ഇൻഡസ്ട്രീസിന് അത് സ്യൂട്ടബിൾ അല്ല. ദെൻ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസിങ് നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ്. ദെൻ നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇത് സ്യൂട്ടബിൾ അല്ല. എന്ന് വെച്ചാൽ എല്ലാ പ്രോഡക്റ്റുകൾക്കും നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ സാധ്യമാകുന്ന പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രികൾക്ക് മാത്രമേ ഇത് സ്യൂട്ടബിൾ ആവുകയുള്ളൂ. മറ്റുള്ള ഇൻഡസ്ട്രികൾക്ക് ഇത് അൺസ്യൂട്ടബിൾ ആണ്. നാലാമത്തേത് കോസ്റ്റ്ലി ആണ്. ദെൻ ഇത് വെരി എക്സ്പെൻസീവ് ആണ്. ചെറിയ സ്ഥാപനങ്ങൾക്കൊന്നും ഇത് പിന്തുടരാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇതിന് ഹൈ ടെക്നിക്കൽ വർക്കുകൾ, ദെൻ ഹൈ ഇൻ്റലിജൻറ്റ് വർക്കുകൾ അത്യാവശ്യമാണ്. അപ്പോൾ സ്കിൽഡ് ലേബേഴ്സ് അനിവാര്യമായിട്ട് വരും. സ്കിൽഡ് ലേബേഴ്സിന് അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ ദെൻ അതിനനുസരിച്ച് അവർക്ക് ഹൈ സാലറി കൊടുക്കേണ്ടി വരും. അതൊക്കെ ഇത് പരിഗണിക്കുമ്പോൾ കോസ്റ്റ്ലി ആണ് എന്നുള്ളതാണ്. അഞ്ചാമത്തത് ഫെയിലുവർ ആണ്. ഇത് ആർക്കാണ് ഫെയിലുവർ എന്ന് വെച്ചാൽ ദെൻ ഫെയിലുവർ ഇഫ് മാനേജ്മെൻറ്റ് ഡസ് നോട്ട് ഹാവ് ഇൻട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത്. ദെൻ ഇത് കൃത്യമായിട്ട് മാനേജ്മെൻറ്റിന് വിശ്വാസമില്ല അല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ ഇത് ഫെയിലായിട്ട് പോകും. അപ്പോൾ മാനേജ്മെൻറ്റ് താല്പര്യം കൂടി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ദെൻ ആറാമത്തേത് ലേബർ പ്രോബ്ലംസ്. ഇത് ലേബർ പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുമ്പോൾ എംപ്ലോയീസിന് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡുകൾ എംപ്ലോയീസിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദെൻ തീർച്ചയായിട്ടും ആ എംപ്ലോയീസിന് ഒരു മനമടുപ്പുണ്ടാക്കും. അപ്പോൾ ഇത് എംപ്ലോയീസിൻ്റെ ഇടയിൽ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ദെൻ ഏഴാമത്തേത് റിക്വയേഴ്സ് കോഓപ്പറേഷൻ അറ്റ് ഓൾ ലെവൽസ്. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഏതൊരു മെത്തേഡുകളും ബിസിനസ് സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യുമ്പം ദെൻ ഇറ്റ് റിക്വയേഴ്സ് കോഓപ്പറേഷൻ ഫ്രം all levels of employees, management and other related teams. Then മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ടീമുകളുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു മെത്തേഡും ഒരു സ്ഥാപനത്തിലും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഒരു ഡിസിഷൻ മേക്കിങ്ങും ഒരു സ്ഥാപനത്തിലും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ദെൻ എട്ടാമത്തേത് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ മൊറൈൽ. ദെൻ എംപ്ലോയീസിൻ്റെ ധാർമ്മികതയെ കൃത്യമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദെൻ വെൻ എംപ്ലോയീസ് ഫെയിൽ ടു അച്ചീവ് ദ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തത് എംപ്ലോയീസിന് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് സങ്കല്പിക്കുക. ദെയർ മൊറൈൽ വിൽ ബി അഡ്വേഴ്സ്ലി എഫക്റ്റ്. ദെൻ അവർക്കുള്ള ഒരു ധാർമ്മികത അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് അതുമായി പൊരുത്തപ്പെടാതെ പോവും എന്നുള്ളതാണ്. ദെൻ ഇപ്പോൾ ചില എംപ്ലോയീസ് മാത്രം ഗോൾസുകൾ എപ്പോഴും അറ്റൈൻ ചെയ്യുക, മറ്റു എംപ്ലോയീസിനൊന്നും ഒരിക്കലും അത് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാവരെയും പരിഗണിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് അല്ല ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എംപ്ലോയീസ് പെട്ടെന്ന് മനം മടുത്ത് എംപ്ലോയീസ് അവർ വേറെ ഒരു രൂപത്തിലേക്ക് അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ വേറൊരു വർക്കുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. ദെൻ ഇനി പ്രധാനപ്പെട്ട അവസാനത്തെ ടോപ്പിക്ക് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബജറ്ററി കൺട്രോളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ദെൻ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബജറ്ററി കൺട്രോളും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസുകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ രണ്ട് സിസ്റ്റത്തിനും ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടാവും എന്നുള്ളത് ശ്രദ്ധിക്കുക. ദെൻ രണ്ട് സിസ്റ്റവും കൺട്രോളിങ്ങിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം. ബജറ്ററി കൺട്രോൾ ആണെങ്കിലും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണെങ്കിലും ഒക്കെ ഒരു കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് രണ്ട് സിസ്റ്റവും കൊണ്ടുവരുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് നോക്കുക. ദെൻ കൺട്രോളിംഗ് ആണ് രണ്ട് സിസ്റ്റത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പാരിസൺ, രണ്ട് സിസ്റ്റത്തിലും കമ്പാരിസൺ സാധ്യമാണ് എന്നുള്ളതും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും ദെൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ ഒന്നാമത്തേത്, ബജറ്ററി കൺട്രോൾ ഈസ് റിലേറ്റഡ് ടു ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. ബജറ്ററി കൺട്രോൾ എല്ലാ തരത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റിയിലും നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ ബജറ്റ് കൺട്രോളിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് ഏത് ലെവലിലും നമ്മൾ എടുക്കാം എന്നുള്ളത് ഒരു സത്യമാണ്. ദെൻ ബട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്. പ്രൊഡക്ഷനും പ്രൊഡക്ഷൻ്റെ കോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് പ്രധാനപ്പെട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. രണ്ട്,
ബഡ്ജറ്റ് ഈസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ്. പറയേണ്ട ആവശ്യമില്ല. ബഡ്ജറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നുവെച്ചാൽ കഴിഞ്ഞ വർഷം എത്രയാണ് പെർഫോമൻസ് ഉണ്ടായത്, കഴിഞ്ഞ വർഷം എങ്ങനെയൊക്കെയാണ് ഫണ്ടുകൾ വിനിയോഗിച്ചത്, അത് അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്, ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ദെൻ വൈൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ടെക്നിക്കൽ എസ്റ്റിമേറ്റ്. എന്നാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്കൽ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാങ്കേതികപരമായിട്ടുള്ള ഒരു ക്രിയയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത്. ദെൻ കറണ്ട് അഫെയറുകൾ പരിഗണിച്ച് കൊണ്ടാണ് ആ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. നിലവിലെ കണ്ടീഷൻ വെച്ചിട്ടാണ് അത് ഫിക്സ് ചെയ്യുക. അതുകൊണ്ട് ടെക്നിക്കൽ എസ്റ്റിമേറ്റ് ആയിരിക്കും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നുള്ളതാണ്. മൂന്നാമത്തേത് ബഡ്ജറ്ററി കൺട്രോൾ ഈസ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ദെൻ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് മോസ്റ്റ് പോപ്പുലർലി ദെൻ ഫൈനൽ അക്കൗണ്ട്സുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ബട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് റിലേറ്റഡ് ടു കോസ്റ്റ് അക്കൗണ്ട്. ദെൻ പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വരുന്നത് കോസ്റ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കോസ്റ്റുകൾ ചുരുക്കുന്നതിന് വേണ്ടിയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കൊണ്ടുവരുന്നത്. നാലാമത്തെ ബഡ്ജറ്റ്സ് കൺസിഡേർഡ് ബോത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ദെൻ പ്രധാനപ്പെട്ട ബഡ്ജറ്റിൽ ഇൻകവും എക്സ്പെൻഡിച്ചറുമാണ് പരിഗണിക്കുക. നമുക്കറിയാലോ, സാധ്യമായിട്ടുള്ള ഇൻകംസുകളും സാധ്യമായ എക്സ്പെൻസുകളാണ് അതിൻ്റെ പരിധിയിൽ വരുന്നത്, ബഡ്ജറ്റിൻ്റെ പരിധിയിൽ. വേറെ സ്റ്റാൻഡേർഡ് ആർ ഫോർ എക്സ്പെൻഡിച്ചർ ഓൺലി. കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മാത്രമാണ് ഇവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ പരിധിയിൽ വരുന്നത്. അഞ്ചാമത്തേത് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വേരിയൻസ് ആർ അനലൈസ്ഡ് ഇൻ ഡീറ്റെയിൽഡ്. ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ വേരിയൻസുകൾ അഥവാ ആക്ച്വൽ കോസ്റ്റും ബഡ്ജറ്റഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള ഒരു അന്തരം, ഓരോ എലമെൻറ്റുകളുടെയും അന്തരം കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത. ബട്ട് സച്ച് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് വേരിയൻസ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോളിൽ അങ്ങനെ ഡീറ്റെയിൽഡ് അനാലിസിസ് നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം പല കാര്യങ്ങളും തയ്യാറാക്കുന്നത് പ്രീവിയസ് ഇയറിലെ ഡാറ്റകൾ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്നുള്ളതും സത്യമാണ്. ആറാമത്തേത് ബഡ്ജറ്റ്സ് ഫിക്സ് മാക്സിമം ലിമിറ്റ്. ദെൻ മാക്സിമം ലിമിറ്റാണ് ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വൈൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ഈ ടാർഗറ്റ് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ടാർഗറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ദെൻ ഏഴാമത്തേത് സ്റ്റാൻഡേർഡ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ സ്റ്റാൻഡേർഡുകൾ ഓരോ പ്രോഡക്റ്റിനെയും നമ്മൾ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ പ്രോഡക്റ്റിൻ്റെയും കോസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് ചെയ്യുന്നുണ്ട്. വേറാസ് ബഡ്ജറ്റ് ആർ ഫോർ സ്പെസിഫൈഡ് പീരീഡ്സ്. ദെൻ ഒരു സ്പെസിഫൈഡ് പീരീഡ്സിലേക്കുള്ളതായിരിക്കും ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആണ്. ദെൻ ശ്രദ്ധിക്കുക, ദെൻ ആൻഡ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടോട്ടൽ എന്നുകൂടെ ശ്രദ്ധിക്കുക. ദെൻ ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ ടോട്ടൽ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ മൊത്തത്തിൽ ഒരു സെർട്ടൻ പീരീഡിലേക്കാണ് ബഡ്ജറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ദെൻ ഏഴാമത്തേത് ദ സ്റ്റാൻഡേർഡ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ വേറാസ് ബഡ്ജറ്റ്സ് ആർ ഫോർ സ്പെസിഫിക് പീരീഡ്സ് ആൻഡ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടോട്ടൽ. അതങ്ങനെ തന്നെ തിരുത്തി വായിക്കണം. ഏഴാമത്തെ പോയിന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഒൻപതാമത്തേത് ബഡ്ജറ്ററി കൺട്രോൾ ഡസ് നോട്ട് റിക്വയർ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് പ്രോഡക്റ്റ്. ദെൻ ഇവിടെ ബഡ്ജറ്ററി കൺട്രോളിന് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് പ്രോഡക്റ്റ് അത്യാവശ്യമില്ല. ഇന്ന് പ്രോഡക്റ്റുകൾക്ക് സ്റ്റാൻഡേർഡ് ചെയ്യുക എന്നുള്ളത് ഇവിടെ ഇതിൻ്റെ പരിധിയിൽ ബഡ്ജറ്ററി കൺട്രോളിൻ്റെ പരിധിയിൽ വരുന്നല്ല. ബട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് റിക്വയർ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് പ്രോഡക്റ്റ്. പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്തിനുള്ളതാണെന്ന് വെച്ചാൽ പ്രോഡക്റ്റുകൾക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ദെൻ പത്താമത്തെ ബഡ്ജറ്റ്സ് ആർ ഫോർ എ സ്പെസിഫൈഡ് പീരീഡ്. ദെൻ ബഡ്ജറ്റ് ഒരു പ്രത്യേക പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദേ ഹാവ് ടു ബി റിവൈസ്ഡ് വെൻ ദ പീരീഡ് ഈസ് ഓവർ. ദെൻ ആ പീരീഡ് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ ദെൻ ദ പീരീഡ് ഈസ് ഓവർ. പീരീഡ് അവസാനിച്ച് കഴിഞ്ഞാൽ ദെൻ ടു ബി റിവൈസ്ഡ്. അതെന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. വീണ്ടും പുനർപരിശോധനകളൊക്കെ നടത്തി റിവൈസ് ചെയ്യാവുന്നതാണ്. ദെൻ സ്റ്റാൻഡേർഡ്സിൻ്റെ കേസിൽ നീഡ് നോട്ട് ബി ചേഞ്ച്ഡ് അൺലെസ് ആൻഡ് അൺടിൽ എസെൻഷ്യൽ കണ്ടീഷൻസ് ചേഞ്ച്. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദെൻ ഇവിടെ അങ്ങനെ റിവൈസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ദെൻ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട് ചർച്ച ചെയ്തത് ബഡ്ജറ്ററി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ 2ാമത്തെ ഭാഗമാണ്. ഈ 2ാമത്തെ ഭാഗത്തോടു കൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ദെൻ അവിടെ നമ്മൾ ഫിനാൻഷ്യൽ ബഡ്ജറ്റുകളും അതുപോലെ തന്നെ ഫങ്ഷണൽ ബഡ്ജറ്റുകളും അത് പ്രോബ്ലംസുകൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്. പ്രോബ്ലംസുകൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻസുകൾ നന്നായിട്ട് പഠിക്കണം. ക്വസ്റ്റ്യൻസ് കാണാതെ പഠിക്കുകയല്ല, മറിച്ച് ക്വസ്റ്റ്യൻസ് വായിച്ച് പഠിക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക.
ഓരോ ക്വസ്റ്റ്യൻസുകളും പുതിയ പുതിയ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് നൽകുക. അതുകൊണ്ട് ക്വസ്റ്റ്യൻസുകൾ പരമാവധി ചെയ്ത് പഠിക്കണം. അത് നേരത്തെ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കാണാതെ പഠിച്ചു വെച്ചാൽ അതേ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് തെറ്റിദ്ധരിക്കരുത്. ഓരോ ക്വസ്റ്റ്യനിലും എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുള്ളത് നോക്കുക, അതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസുകൾ സോൾവ് ചെയ്യുക. ദെൻ അതേപോലെ തന്നെ ക്യാഷ് ബഡ്ജറ്റുകളാണെങ്കിലും അതിലൂടെ നമ്മൾ പ്രോബ്ലംസുകൾ ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെ അതുപോലെ തന്നെ മറ്റു എല്ലാ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ദെൻ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദിക്കാവുന്നതാണ്. പഠന വിഷയങ്ങളിൽ നന്നായിട്ട് ഉത്സാഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു.